എല്ലാവർക്കും നമസ്കാരം. ഇതുപോലെ ഒരു വേദി തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം പലരും പറയാൻ മടിക്കുന്ന ഒരു വിഷയമാണിത്. ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ ഒരു വിഷയം എഴുതുമെന്ന് വെച്ച് പലരും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഈ കമ്മ്യൂണിസ്റ്റ് മണ്ടത്തരങ്ങളെക്കുറിച്ച് പറയട്ടെ എന്ന് ചോദിച്ചാൽ അത് വേണ്ട അറിയും. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, കോഴിക്കോട്ട് വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞത്. 4 വർഷം മുമ്പ് അവിടുന്ന് ഒരു പെൺകുട്ടി എന്നെ ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയത്തിൻ്റെ മോഡറേറ്റർ ആവോ, നിങ്ങൾക്ക് ഇഷ്ടമുട്ട ഒരു വിഷയം സെലക്ട് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ്, നമ്മൾക്ക് ഈ സാമ്പത്തിക അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ഒരു പാനൽ ഡിസ്കഷൻ ആക്കിയാലോ. അന്ധവിശ്വാസങ്ങളുടെ രാജവെമ്പാലയാണ് ശരിക്കും സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ. മതാന്ധവിശ്വാസത്തേക്കാൾ എത്രയോ ഇരട്ടിയാണിത്. ഒരു പ്രദേശത്തെ തന്നെ മുച്ചൂടം തകർക്കുന്ന, കോടിക്കണക്കിന് മനുഷ്യരുടെ മരണത്തിന് കാരണമായതാണ് ഈ പ്രത്യയശാസ്ത്ര അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ. നമുക്ക് എന്തുകൊണ്ട് അത് ചർച്ച ചെയ്തുകൂടാ ചോദിച്ചാൽ പിന്നെ ആ പെൺകുട്ടിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെയാണ് എസൻസ് ഗ്ലോബലിൻ്റെ വലിയൊരു പ്രസക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിച്ച സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മഹത്തായ കമ്മ്യൂണിസ്റ്റ് മണ്ടത്തരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഇത് ക്രെംലിൻ മുതൽ കണ്ണൂർ വരെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു മണ്ടത്തരങ്ങളുടെ കഥയാണ്. സോഷ്യൽ മീഡിയയിൽ സാധാരണ വലിയ ബുദ്ധിജീവികൾ ചമയുകയും വലിയ ജാർഗണുകളും വാചാടോപ്പങ്ങളും അടിക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് കാണാം. എന്നാൽ ഇവർ ലോകത്തിൽ വരുത്തിയ മണ്ടത്തരങ്ങളും ആ മണ്ടത്തരങ്ങൾ മൂലം ഉണ്ടായ കോടിക്കണക്കിന് മനുഷ്യരുടെ മരണം, ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് മനുഷ്യരുടെ സാമ്പത്തിക അന്ധവിശ്വാസം അവരുടെ ഉന്മൂലനത്തിന് കാരണമാക്കിയ കഥയുമാണ് ഞാൻ പറയുന്നത്. ആദ്യമായി ഇത് പറയുന്നത് ആഗോള വ്യാപകമായി എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് അന്ധവിശ്വാസം ഒരു മണ്ടത്തരമായിരുന്നത്, അതെങ്ങനെ ഇന്ത്യയെ ബാധിച്ചു, അതെങ്ങനെ കേരളത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ക്രെംലിൻ മുതൽ കണ്ണൂർ വരെയുള്ള ബാധിക്കുന്ന വലിയൊരു വിഷയത്തെയാണ് പറയുന്നത്. 16 സ്ലൈഡുകളുണ്ട്. 2 മിനിറ്റ് വീതം ഒരു സ്ലൈഡിന് ചെലവിട്ടാൽ സമയം കഴിയും. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പോവുകയാണ്. അപ്പോൾ ഈ വിഷയത്തിലേക്കുള്ളൊരു സൂചിക മാത്രമാണ് ഞാൻ നൽകുന്നത്. ബാക്കിയുള്ളവർക്ക് വായിച്ചും മനസ്സിലാക്കിയും എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടറായി ഞാൻ കരുതുന്നത് മാർക്സിസം ഒരു ശാസ്ത്രമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നത്. ഇപ്പോഴും എത്രയോ ആളുകളുണ്ട്, എൻ്റെ സുഹൃത്തുക്കളായി തന്നെ എത്രയോ പേര് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇന്ന് രാവിലെ അടിപിടിയായിരുന്നു. മാർക്സിസം ഒരു ശാസ്ത്രമാണ്, യാതൊരു തർക്കം അക്കാര്യത്തിലില്ല. അത് നമ്മൾ പരിണാമശാസ്ത്രം പോലെ E=mc² എന്ന് പറയുന്ന പോലെ പ്രൂവൺ ആയിട്ടുള്ള ഒരു സയൻസ് ആണെന്നുള്ള ഒരു വിഡ്ഢിത്തം കേരളത്തിൽ മാത്രം ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ, നമുക്കതൊന്ന് പരിശോധിക്കാം. ഈ ചിത്രം നമ്മൾക്കറിയാലോ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ചിത്രമാണ്. കാൾ മാർക്സും ഏംഗൽസുമാണ്. ഇവരുടെ ഉദ്ദേശസിദ്ധിയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. 18-ാം നൂറ്റാണ്ടിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ കണ്ടിട്ടാണ് മാർക്സും ഏംഗൽസും ഒരു വിമോചന പ്രത്യയശാസ്ത്രം എന്ന പേരിൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസമൊക്കെ എഴുതിയുണ്ടാക്കിയത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? പ്രകൃതിയിലെ വൈരുദ്ധ്യങ്ങളൊക്കെ കണ്ടെത്തി പറയുന്ന മാർക്സ് അവരെഴുതി വെച്ച വൈരുദ്ധ്യങ്ങളെ മാത്രം അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. നമ്മൾ ഖുർആനൊക്കെ വായിക്കുന്ന മാതിരി നമ്മൾ അടിവരയിട്ട് വായിക്കുകയാണെങ്കിൽ വൈരുദ്ധ്യങ്ങളുടെയും വസ്തുതാവിരുദ്ധയുടെയും ഘോഷയാത്രയാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ. അപ്പോൾ അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം മനുഷ്യവർഗത്തിൻ്റെ ചരിത്രം വർഗസമരത്തിൻ്റെതാണെന്നാണ്. അങ്ങനെയല്ല, വർഗത്തിൻ്റെ ചരിത്രം പരിണാമ ചരിത്രമാണ്. ഇത് വർഗങ്ങളായി വികസിക്കുന്നു എന്നുള്ളത് മാർക്സിൻ്റെ ഒരു വിഷ്വൽ തിങ്കിങ് മാത്രമാണ്. അപ്പോൾ മാർക്സ് പറയുന്നത് പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി വികസിക്കുന്ന, ഞങ്ങളൊക്കെ അത് എഴുതി പഠിക്കായിരുന്നു കേട്ടോ. ഈ മണ്ടത്തരെല്ലാം കൂടി ഞങ്ങൾക്ക് വലിയ ക്ലാസ്സുകളുണ്ടാവും. SFIക്കാർക്കൊക്കെ വലിയ ക്ലാസ്സുകളുണ്ടായിട്ട് അവിടെ ഡോക്ടർ NVP ഉണ്ണിത്തിരി, KN P ഗോവിന്ദപിള്ള ഇവരൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് ക്ലാസ് എടുക്കും. ഞങ്ങളിതൊക്കെ എഴുതി ഇങ്ങനെ പഠിക്കുക. ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ അടിച്ച് തലയിൽ ഉറക്കുന്നത് മദ്രസാ വിദ്യാഭ്യാസം പോലെ തലയിൽ ഉറച്ചു പോകുന്നൊരു സാധനമാണ്. അത് പിന്നീട് മാറാൻ വർഷങ്ങളെടുക്കും. ഞാനൊക്കെ വർഷങ്ങളെടുത്തുള്ള പരിശീലനത്തിന് ശേഷമാണ് ഈ വിഡ്ഢിത്തത്തിൽ നിന്ന് പുറത്തു കിടന്നത്. അപ്പോൾ മാർക്സ് പറഞ്ഞാൽ ആദ്യമായ തെറ്റ് ഈ ഘട്ടം ഘട്ടമായി മനുഷ്യൻ്റെ ചരിത്രം വികസിക്കുന്നു എന്നാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നുള്ള സാധനം തീർത്തും അശാസ്ത്രീയമാണ്. എങ്ങനെയാണ് അത് പറയുന്നത്? വൈരുദ്ധ്യങ്ങളാണ് ലോകം മുഴുവൻ എന്നാണ് പറയുന്നത്. രാവും വെളിച്ചവും, അല്ലെ ഇരുട്ടും വെളിച്ചവും, അങ്ങനെയുള്ള കുറേ വൈരുദ്ധ്യങ്ങൾ ലോകത്ത് കണ്ടുപിടിച്ചു, ഇലക്ട്രോണും പ്രോട്ടോണും. ഇങ്ങനെ മാർക്സ് പറയാണ് വൈരുദ്ധ്യങ്ങളുടെ സങ്കലനവും വ്യവകലനവും ഒക്കെയാണ് ലോകത്തിൻ്റെ ക്രമം എന്ന് വെറുതെ അങ്ങ് തള്ളിവിടുക ചെയ്യുന്നത്. അങ്ങനെയൊന്നല്ല. രാവിലും പകലിനും ഇടയിൽ നമുക്ക് സന്ധ്യയെ വേണമെങ്കിൽ പറയാം. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്, പോസിട്രോൺ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ടായിട്ട് മാത്രം ലോകത്തെ കാണുന്നൊരു മതാധിഷ്ഠിത വീക്ഷണമാണ്. പിന്നെ ഇത് തെളിയിക്കാൻ വേണ്ടി മാർക്സിൻ്റെ കാലത്ത് തന്നെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയിട്ടോ. ഇതൊരു ശാസ്ത്രമാക്കി മാറ്റാൻ സോവിയറ്റ് യൂണിയനിൽ ലെനിൻ അധികാരത്തിൽ വന്നതിന് ശേഷം മാർക്സിസത്തെ ഒരു ശാസ്ത്രമാക്കി അവതരിപ്പിക്കാൻ വലിയ പദ്ധതികൾ നടപ്പാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ കണ്ടെത്തിയ വേറെ വിഡ്ഢിത്തം എന്താ വെച്ചാൽ എന്തിനും ഒരു റിവേഴ്സ് ഫോഴ്സ് വേണമല്ലോ. ഇപ്പോൾ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ റിവേഴ്സ് ഫോഴ്സ് കണ്ടെത്താൻ പോലും ഏംഗൽസ് ലേഖനം എഴുതി. ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഒരു വിപരീത ബലം കണ്ടെത്താൻ. ഗുരുത്വാകർഷണ ബലത്തിനൊരു വിപരീത ബലം ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും?
അപ്പോൾ അത്തരം പമ്പര വിഡിത്തങ്ങളുടെ ഒരു പരമ്പരയാണ്. യാതൊരു റെസ്പെക്റ്റും കൊടുക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയാലും മൂലധനമായാലും മാർക്സിന്റെ സിദ്ധാന്തങ്ങളൊക്കെ പമ്പര വിഡിത്തങ്ങളാണ്. മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്ന സാധനം നോക്കുക, വെറും മതാധിഷ്ഠിതമായ ഒരു ഭാവനയാണ് മിച്ചമൂല്യ സിദ്ധാന്തം. ഉദാഹരണമായിട്ട് നമ്മൾ എന്താണ് മാർക്സ് മിച്ചമൂല്യ സിദ്ധാന്തത്തിൽ പറയുന്നത്? നമ്മുടെ അധ്വാനത്തിൻ്റെ ഒക്കെ ഒരു മിച്ചമൂലമായ അതിന് ഇൻട്രൻസിക് ആയ ഒരു സാധനം ഉണ്ടാകും പോലെ. ഇപ്പോൾ നമ്മളൊരു ഒരു തൊഴിലാളി കാർ ഉണ്ടാക്കാൻ കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ 100,000 തൊഴിലാളികൾ കാറിന് വേണ്ടി അധ്വാനിച്ച് ആ അധ്വാനത്തിനുള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ ആന്തരികമായൊരു മൂല്യം കാണുന്നത് നമ്മൾക്കാർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ എന്തെല്ലോ കുറേ വാചകങ്ങൾ അടിച്ചുണ്ടാക്കിയ സാധനം മാത്രമാണിത്. എന്നിട്ട് എന്തായിരുന്നു മാർക്സിന് പറ്റിപ്പോയത്? ശാസ്ത്രീയമായ രീതിയിലല്ല മാർക്സ് ചിന്തിച്ചിരുന്നത്. അന്ന് തന്നെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഇറങ്ങിയിരുന്നു. അപ്പോൾ മാർക്സിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മൂലധനത്തിൻ്റെ 1ാം വാള്യം ഡാർവിന് സമർപ്പിക്കണമെന്ന്. ആ ഡാർവിൻ തന്നെ തള്ളിക്കളഞ്ഞു. കാരണം മാർക്സ് ചെയ്തത് ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളാണ്. പ്രതിഭാസത്തിൽ നിന്ന് പ്രമാണത്തിലേക്ക് വരുന്നതിന് പകരം നേരെ റിവേഴ്സായി ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തതെന്ന് ഡാർവിൻ അറിയാമായിരുന്നു. ഇനി വാചക കസർത്താണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. നിങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവും. ഒരു പ്രമുഖനായ ഇടത് ബുദ്ധിജീവി, എൻ്റെ സുഹൃത്തായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം വൈറലായത് ഓർമ്മല്ലേ? നിങ്ങൾ കാണുന്നത് ഞാൻ കാണുന്ന നിങ്ങളെയല്ല, എന്നെ കാണുന്ന നിങ്ങൾ വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നോക്കുമ്പോഴുള്ള ഭാവമുണ്ട്, രൂപമുണ്ട്, ഇതെല്ലാം കൂടി ഇങ്ങോട്ട് തേട്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു. ഈ പപ്പും തേന്മാവിൻ കൊമ്പത്ത് സിനിമയിൽ ചോദിക്കുന്ന മാതിരി താൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക അറിയുന്ന മാതിരി. ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് അറിയോ? ഇതൊക്കെ വരുന്നത് ഇവർ ചെറുപ്പം മുതലേ ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതി പഠിക്കുകയാണ്. ഉദാഹരണമായിട്ട് മാർക്സിൻ്റെ നെഗേഷൻ ഓഫ് നെഗേഷൻ എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. നിഷേധത്തിൻ്റെ നിഷേധം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ അങ്ങനെ എഴുതിയിരുന്ന് കുത്തിരുന്ന് പഠിച്ച് അങ്ങനെ പുസ്തകം എഴുതി വെച്ചതാണ് ഞങ്ങൾ. ആ തിയറിയിലെ ചില വാചകങ്ങൾ നോക്കുക. വിത്ത് മുളച്ച് ചെടി ഉണ്ടാകുന്നു, അപ്പോൾ ചെടി വിത്തിനെ നിഷേധിക്കുകയാണ്. ആ ചെടിയിൽ നിന്ന് വീണ്ടും വിത്തുണ്ടാകുന്നു, അവിടെ വിത്ത് ചെടിയെ നിഷേധിക്കുന്നു. നിഷേധത്തിൻ്റെ നിഷേധം എന്ന പ്രക്രിയ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. വെള്ളം ചൂടായി ഒരു ഘട്ടം എത്തിയാൽ നീരാവിയായി മാറുന്നു. ഒരു സംഗതി ക്രമാനുഗതമായി വികസിച്ച് മറ്റൊന്നായി മാറുന്നു. ഇതുപോലെയാണ് മാർക്സ് പറഞ്ഞത്. ആദ്യം പ്രാകൃത കമ്മ്യൂണിസ്റ്റാണ് ഉണ്ടാവുക, അത് പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അങ്ങനെ പതുക്കെ മനുഷ്യ ഘട്ടഘട്ടമായി പുരോഗമിച്ച് ശാസ്ത്രീയ സോഷ്യലിസത്തിലെത്തുന്നാണ് മാർക്സ് പറയുന്നത്. ഇത് തീർത്തും മതഭാവന മാത്രമാണ്. ഒരു വരി പോലും ഇത് ശരിയില്ല. ഇത് ഞാൻ കാണിച്ചിരിക്കുന്ന ചിത്രം മാർക്സിൻ്റെ ഡാസ് ക്യാപിറ്റലാണ്. ഈ പുസ്തകം വായിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എൻ്റെ കാര്യം സംശയമാണ്. പക്ഷേ ഞാനിത് വളരെ ചെറുപ്പത്തിൽ തന്നെ വായിച്ചിട്ടുണ്ട്. ഒരക്ഷരം മനസ്സിലാവില്ല. ഇത് നിറയെ വൈരുദ്ധ്യങ്ങളും എന്തെല്ലാമോ ടെക്നിക്കൽ ജാർഗണുമാണ്. എന്നിട്ടും ഞാനിതെൻ്റെ ചെറുപ്പത്തിൽ SLC കാലത്ത് തന്നെ ഞാനിത് വായിക്കുകയും കുത്തിരുന്ന് പഠിക്കുകയും അതിൻ്റെ ഭാഗങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ നരബലി നടന്നപ്പോൾ മന്ത്രി R. ബിന്ദു പറഞ്ഞിരുന്നു ഇത് ആഗോളീകരണം കൊണ്ടാണ് ഈ നരബലി ഉണ്ടായതെന്നൊക്കെ. ഇങ്ങനത്തെ വിഡ്ഢിത്തങ്ങൾ മന്ത്രി P. രാജീവിൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്. നമ്മൾ ആഗോളീകരണം, മുതലാളിത്തം എന്നൊക്കെ പറഞ്ഞാൽ എന്തെല്ലാമോ ജാർഗണിട്ട് അടിക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് ഈ സംസാരിക്കാൻ കഴിയുന്നതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്? മദ്രസാ വിദ്യാഭ്യാസം പോലെ ചെറുപ്പത്തിലേ ഇത് പാർട്ടി ക്ലാസ്സുകളിലൂടെ ഇൻട്രോക്സിക്കേറ്റ് ചെയ്ത് തലയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മൂഢവിശ്വാസം മൂലമാണ് ഇവർക്ക് സന്ദേശ സിനിമയിൽ ശ്രീനിവാസൻ സംസാരിച്ച പോലെ നമ്മൾ തമ്മിൽ ഉള്ള പ്രതിക്രിയാവാദികളും മറ്റവരും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു ഒക്കെ പറയുന്ന രീതിയിൽ MP ഗോവിന്ദൻ മാഷൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ ആധുനിക കാലത്ത് പറയാൻ പറ്റുന്നു? അവർക്ക് യാതൊരു ചമലുമില്ല. കാരണം അതാണ് അവരുടെ ട്രെയിനിങ് എന്നാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു പോകുന്നത്, നമ്മൾ പലപ്പോഴും മതവിശ്വാസികളെയാണ് അങ്ങോട്ട് ആക്രമിക്കല്. മദ്രസാ വിദ്യാഭ്യാസത്തെ പോയൊക്കെ നമ്മൾ ഭയങ്കരമായി കളിയാക്കും. പാഠശാലകളെ നമ്മൾ പരിഹസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപകടകരമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പിടിച്ചുകൂടി അവരുടെ തലച്ചോറിലേക്ക് പ്രത്യയശാസ്ത്ര അന്ധവിശ്വാസങ്ങൾ അടിച്ചു കയറ്റുന്നതെന്നും ചേർത്ത് വായിക്കാനാണ് ഞാൻ പറയുന്നത്. എപ്പോഴാണ് മാർക്സിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ കംപ്ലീറ്റ് തകരാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, ഇപ്പം മുഹമ്മദിനെ അക്കാലത്ത് തന്നെ പ്രവാചകത്വം ചോദ്യം ചെയ്തു പറഞ്ഞ പോലെ മാർക്സ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് മാർക്സിനെ തള്ളി പറഞ്ഞിരുന്നു. മാർക്സ് പറഞ്ഞത് തെറ്റാണെന്ന് ഈവൻ ഡാർവിന് വരെ ബോധ്യം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അതിനെ തള്ളി പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇതിന് പൂർണ്ണമായി മരണമണി ആയിട്ടില്ല. മരണമണി അടിച്ചത് കാൾ പോപ്പർ എന്ന് പറയുന്ന നമ്മളൊക്കെ പ്രിയപ്പെട്ട പലതവണ ശാസ്ത്രവേദികൾ ഉദ്ധരിക്കപ്പെട്ട ഫാൾസിഫിക്കേഷൻ തിയറിയൊക്കെ കൊണ്ടുവന്ന മഹാനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം 1970 ഫാൾസിഫിക്കേഷൻ തിയറി വന്നതോട് കൂടിയിട്ട് തെറ്റാണെന്ന് തെളിയിക്കുകയാണ് ശാസ്ത്രത്തിൻ്റെ പണി. ശാസ്ത്രീയമായ ഒരു വസ്തു വേണമെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടാൻ കഴിയണം എന്ന് പറയുകയും മാർക്സിസം തെറ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തതിന് ശേഷം യൂറോപ്പിലൊന്നും ഇത്തരം അക്കാഡമിക ചർച്ചകളൊന്നുമില്ല. പക്ഷേ ചിലരുടെയും തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ ഇത് ഒരു സാമ്പത്തിക ശാസ്ത്രമാണെന്നാണ്. പൂർണ്ണമായും തെറ്റാണ്. ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന നിലയിൽ മാർക്സിസം പഠിപ്പിക്കുന്നില്ല, ലെനിനിസം പഠിപ്പിക്കുന്നില്ല. പക്ഷിശാസ്ത്രവും ഗൗളിശാസ്ത്രവും പോലൊരു ശാസ്ത്രം മാത്രമാണ് മാർക്സിസവും എന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷിശാസ്ത്രത്തിൽ ശാസ്ത്രമുണ്ട്, ഗൗളിശാസ്ത്രത്തിൽ ശാസ്ത്രമുണ്ട്. പക്ഷേ അതൊന്നും ശാസ്ത്രീയമായതല്ല, ശാസിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് ഇന്ത്യയിൽ പൊതുവെ ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. മാർക്സിസത്തിൽ ഒരു തരിമ്പ് പോലും ശാസ്ത്രമല്ല, ശാസ്ത്രത്തിൻ്റെ അന്വേഷണ രീതിയല്ല, വൈരുദ്ധ്യങ്ങളുടെ ഒരു
ഘോഷയാത്രയാണ് മാർക്സിസം. ഒരു മതപുസ്തകം വായിക്കുന്ന പോലെ മാത്രമേ നമുക്ക് ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇനി ഈ മാർക്സിനെക്കാളും ഭയങ്കര ഭീകരനായിരുന്നു ലെനിൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ നമ്മൾ പലരും തെറ്റിദ്ധാരണ എന്താ അറിയോ, ഈ ലെനിൻ ഒരു പാവം മനുഷ്യനാണ്, സ്റ്റാലിനാണ് ഇതൊക്കെ ചെയ്തത്. മതവിശ്വാസികൾ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഞങ്ങളുടെ പുസ്തകം ഭയങ്കര ചക്കരയാണ്, ഈ പുസ്തകത്തിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല, അത് ചില ആളുകൾ ബിൻ ലാദൻ അങ്ങനെ ചെയ്യാണ്, ഐസിസ് അങ്ങനെ എങ്ങനെയാണ്, അൽ-ഖായിദ അങ്ങനെ ചെയ്യാണ്, അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. സത്യത്തിൽ ഇത് പുസ്തകജന്യമായ അന്ധവിശ്വാസമാണ്. കേരളത്തിൽ ഇന്ന് നടക്കുന്നത് പുസ്തകജന്യമായ അന്ധവിശ്വാസമാണ്. നമുക്ക് വ്യവസായികളെ പേടി, വ്യാപാരികളെ പേടി, മൂലധന ശക്തികളെ പേടി, സാമ്പത്തിക ശക്തികളെ പേടി, ഇങ്ങനെയുള്ള സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ ഇന്നും കേരളത്തിൽ പുലരുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു പങ്ക് ഈ പുസ്തകത്തിനുണ്ട്. അപ്പോൾ മാർക്സിൻ്റെ തിയറി എന്തായിരുന്നു? മാർക്സും ഏംഗൽസും മുന്നോട്ട് വെച്ച തിയറി, തൊഴിലാളി വർഗം ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് നഗരങ്ങളൊക്കെ വളഞ്ഞ് പിടിച്ച് മോചിപ്പിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ ഭരണകൂടം സ്ഥാപിക്കുക. ഒരു ജനാധിപത്യം ഒന്നല്ല കാണുന്നത്. അപ്പോൾ തൊഴിലാളി വർഗ സർവാധിപത്യം വരണം എന്നാണ് മാർക്സ് എഴുതി വെച്ചത്. അപ്പോൾ അവിടെ ഒരു സംശയം വന്നു, ഈ സർവാധിപത്യം വന്നാൽ കുറച്ച് പേർ അവശേഷിക്കല്ലോ, ബൂർഷകൾ, അതായത് എല്ലാം തൊഴിലാളികളായിരിക്കുമല്ലോ, അവരെന്ത് ചെയ്യണം എന്നുള്ളൊരു സംശയം വന്നപ്പോൾ അത് പൂരിപ്പിച്ച ലെനിനാണ്. ബാക്കിയുള്ള ബൂർഷകളെ നമുക്ക് കൊന്നു കളയാമെന്നാണ് ലെനിൻ തീരുമാനിച്ചത്. അതായത് അങ്ങനെയാണ് ലെനിൻ പല സ്ഥലത്തും സ്റ്റാലിന് കത്തെഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ലെറ്റേഴ്സ് ടു ലെനിൻ എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അത് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. ലെനിനോട് പൂജ്യമൊക്കെ കൂടി പോയിട്ടുണ്ട് പലപ്പോഴും. ഗുലാഗുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് സോവിയറ്റ് യൂണിയനിലെ പാവപ്പെട്ട ആളുകളെ തടവറയിലിട്ടിട്ട് അവിടെ 10,000 പേരെ കൊല്ലേണ്ട സമയത്ത് ഒരു പൂജ്യം ലെനിൻ അറിയാതെ കൂടിപ്പോയി. അപ്പോൾ 1,00,000 പേരെ കൊന്നു. പാർട്ടി തീരുമാനം നടപ്പാക്കണം, പാർട്ടി തെറ്റായി തീരുമാനിച്ചാൽ പോലും നടപ്പാക്കണം. അങ്ങനെ ലെനിൻ 10,000-കണക്കിന് ആളുകളുടെ കൊലപാതകത്തിന് സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്നും ലെനിൻ്റെ പടം വെച്ച് പൂജിക്കുന്നുണ്ട്. അപ്പോൾ ബർട്രാൻഡ് റസൽ എന്ന് പറയുന്ന പ്രശസ്തനായ യുക്തിവാദിയും സ്വതന്ത്ര ചിന്തകനും എഴുത്തുകാരനൊക്കെ അയാൾ ലെനിനെ കണ്ട ഒരു അനുഭവം ബോൾഷെവിസം പ്രാക്ടീസ് ആൻഡ് തിയറി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ പേജ് 169 റസൽ ഇങ്ങനെയാണ് പറയുന്നത്: നേരിൽ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ലെനിൻ മഹാനായൊരു മനുഷ്യനാണെന്നും എനിക്ക് തോന്നിയില്ല. ഒരു ആശയഭ്രാന്തൻ, മംഗോളിയൻ മൃഗീയതയുടെ പ്രതീകം എന്നൊക്കെ തോന്നലാണ് എന്നിൽ ഉളവാക്കിയത്. ചെങ്കിസ് ഖാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തതിനെക്കുറിച്ച് അയാൾ അട്ടഹസിക്കുന്നു കണ്ടപ്പോൾ എൻ്റെ രക്തം തണുത്തുറഞ്ഞു പോയി. മനുഷ്യരെ കൊല്ലുന്നതിനെക്കുറിച്ച് പറയാണ് നിസ്സാരമായിട്ട്, പൂജ്യങ്ങൾ ഇങ്ങനെ വെട്ടി തള്ളുകയാണ്, കൊല്ലടാന്ന് കത്തെഴുതുകയാണ് ഗുലാഗുകളിലേക്ക്. ഇവരെയൊക്കെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നതിൽ നിന്ന് കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരെങ്കിലും ദയവായി പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്റ്റാലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ലെനിനെ നമുക്ക് തൊടാൻ ലേശൊരു ബുദ്ധിമുട്ടുണ്ട്. ലെനിൻ ഒരു മഹാനായിരുന്നു എന്നാണ്. സ്റ്റാലിനെ നമ്മളൊക്കെ പണ്ടേ വിമർശിക്കാറുണ്ട്. പക്ഷേ സ്റ്റാലിൻ്റെ സാധനം വരുന്നത് എവിടുന്നാണെന്നാണ് എൻ്റെ ചോദ്യം. ബിൻ ലാദൻ ഖുറാനും ഹദീസുകളും ഇസ്ലാമും ഇല്ലെങ്കിൽ ബിൻ ലാദൻ നല്ലൊരു എഞ്ചിനീയറായി മാറിയിരുന്നു. അയാളുടെ മനസ്സിലേക്ക് വിഷം കയറ്റി വെച്ച മതമായിരുന്നെങ്കിൽ സ്റ്റാലിൻ്റെ മനസ്സിലേക്ക് ഇതുപോലുള്ള വിഷം കുത്തിവെച്ചത് പ്രത്യയശാസ്ത്ര മാലിന്യമായിരുന്നു. അതായത് സ്റ്റാലിൻ എന്തിലാണ് വിശ്വസിച്ചിരുന്നത്? കമ്മ്യൂണിസത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയൊക്കെ അന്തസത്ത പറയുന്നത് കേന്ദ്രീകൃത ആസൂത്രണമാണ്. വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല, അവിടെ പാർട്ടിക്കാണ് പ്രാധാന്യം. അപ്പോൾ അവിടെ കേന്ദ്രീകൃത ആസൂത്രണം എന്നാണ് പരിപാടി. സ്റ്റേറ്റാണ് എല്ലാ കാര്യങ്ങളും, സ്റ്റേറ്റ് തീരുമാനിക്കും, നമ്മൾ ചെയ്യണം. അപ്പോൾ സ്റ്റാലിൻ 1928-40 കാലയളവിൽ കൂട്ടുകൃഷി എന്നൊരു പരിപാടി ഉണ്ടാക്കി. എന്താണ്? നാട്ടുകാരുടെ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ട് സർക്കാർ അങ്ങോട്ട് കൃഷി ചെയ്യും. ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ സർക്കാർ പറയും അവിടെ ബാർലി നടത്തിയാൽ മതിയെന്ന്. നെല്ല് വിളയുന്ന സ്ഥലമായിരിക്കും, സർക്കാരിൻ്റെ ഇണ്ടാസ് വരും ഗോതമ്പ് നടത്തണമെന്ന്. അതുകൊണ്ട് എന്താണ് ഈ ആകെ കുത്തഴിഞ്ഞു. എന്നിട്ട് എന്ത് പറ്റി? കേന്ദ്രീകൃത ആസൂത്രണം എന്ന പൊട്ടത്തരം മൂലം മരിച്ചത് 50 ലക്ഷം പേർ. പൂജ്യം മാറിപ്പോയിട്ടില്ല, 1ഉം 2ഉം അല്ല, 50 ലക്ഷം പേരാണ് മരിച്ചത്. ഇതാണ് സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ നമ്മൾ പച്ചക്ക് എതിർക്കണം എന്ന് പറയുന്നത്. ഈ സാധനം കൊണ്ട് ഇന്ന് നമ്മൾ നരകിക്കും. അതായത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോരയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മൂലധനം അടക്കമുള്ള ഓരോ പുസ്തകത്തിനും ഉള്ളത്. 20 ലക്ഷം പേരെ ഗുലാഗുകളും മറ്റുമായി സ്റ്റാലിൻ വകവരുത്തി. ഈ ലേശം സമ്പത്തുള്ളവനൊക്കെ ഇവർക്ക് ബൂർഷയാണ്. ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായാൽ ഓൻ ബൂർഷയായി. ഒക്കത്തിനെ പിടിച്ച് സ്റ്റേറ്റ് വിരുദ്ധരാക്കി അടിച്ച് കൊണ്ടുപോയി വേടി വെച്ച് ലെവലാക്കി. പിന്നീടാണ് ഈ അങ്ങേയറ്റം കപട ശാസ്ത്രത്തിലായിരുന്നു സ്റ്റാലിൻ വിശ്വസിച്ചിരുന്നത്. ലാമാർക്കിസവും ലൈസൻഗോയിസവും നാടിനെ പുറകോട്ടടിപ്പിച്ചു. നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ലാമാർക്കിസം എന്ന് പറഞ്ഞ സാധനം, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം സ്ഥിരമായി ചെയ്ത് അതിൽ നമ്മൾ എക്സ്പെർട്ട് ആവുന്നു. ഉദാഹരണമായിട്ട് ജിറാഫുകളുടെ ഒരു ഉദാഹരണം ഉണ്ടല്ലോ ഡാർവിൻ പറഞ്ഞത് ഷോർട്ട് നെക്കഡ് ജിറാഫും ലോങ് നെക്കഡ് ജിറാഫും ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു. പിന്നീട് ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ ചെറിയ കഴുത്തുള്ള ജിറാഫുകൾ തീർന്നു പോവുകയും വലിയ കഴുത്തുള്ള ജിറാഫുകൾ അതിജീവിക്കുകയും ചെയ്തു എന്നാണ് ഡാർവിൻ്റെ ഒരു കണ്ടെത്തൽ. പക്ഷേ ലാമാർക്ക് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. ഭക്ഷണത്തിൽ ക്ഷാമം വന്നപ്പോൾ ജിറാഫുകൾ ഇങ്ങനെ കഴുത്ത് നീട്ടാൻ തുടങ്ങി. അങ്ങനെ കഴുത്ത് നീട്ടി ജിറാഫിൻ്റെ കഴുത്തങ്ങ് നീണ്ടുപോയിന്ന്. ഇതുപോലെ ഒരു കാര്യം തുടർച്ചയായി ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വിജയിക്കാമെന്നാണ് ലാമാർക്കിസം എന്ന കപടശാസ്ത്രം പറയുന്നത്. അതിൻ്റെ ആരാധകരാണ് സ്റ്റാലിൻ.
അതിന് സ്റ്റാലിന് പറ്റിയ ഒരാളെ കിട്ടി. ഈ കമ്മ്യൂണിസ്റ്റ് റെജീമിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ചക്കിക്കൊത്തൊരു ചങ്കരൻ നന്നായി കാര്യം നടക്കും. അതായത് ഒരു ഓട്ടോക്രാറ്റിന് പറ്റിയ ഒരാളാണ് ഉണ്ടാവുക. അവിടെ ബുദ്ധിയില്ലാത്തവരൊന്നും ഇല്ലായിട്ടല്ല, ശാസ്ത്രജ്ഞന്മാരില്ലായിട്ടല്ല, ഇതൊക്കെ അബദ്ധമാണെന്ന് പറയാൻ ആളുകൾക്ക് അറിയാഞ്ഞിട്ടല്ല, അവർക്ക് പേടിയായിരുന്നു. അപ്പോൾ ലൈസൻകോവ് എന്ന് പറയുന്ന ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ അതിൻ്റെ തലപ്പത്ത് വന്നു. സ്റ്റാലിൻ്റെ സ്വന്തം ആളാണ്. ഇയാൾ അങ്ങോട്ട് എല്ലാത്തിനും നിയമവിരുദ്ധാക്കി. ഏത് മെൻ്റലിനെ, ഗ്രിഗർ മെൻ്റലിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ജനിതക ശാസ്ത്രജ്ഞത്തിൻ്റെ പിതാവ്. അദ്ദേഹം അവരെയൊക്കെ ജനിതക ശാസ്ത്രം തന്നെ പാർട്ടി വിരുദ്ധമായി. ഒരു കാര്യം പാർട്ടി വിരുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ സോവിയറ്റ് യൂണിയനിലോ എവിടെയും ജീവിക്കാൻ പറ്റില്ല. കുലംകുത്തിയാണ്. പിന്നെ കുലംകുത്തി എന്നുള്ള വാക്കിൻ്റെ പ്രജ്ഞാതാവ് സ്റ്റാലിനാട്ടോ. പിന്നീട് നമ്മുടെ ആളുകൾ അത് അനുകൂലിക്കുക ചെയ്ത്. അങ്ങനെ ജനിതക ശാസ്ത്രം വർഗശത്രുവായി. സോവിയറ്റ് യൂണിയനിലെ പാഠശാലകളിൽ നിന്ന് മുഴുവൻ ജനിതകശാസ്ത്രം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം മോഡി മാത്രമല്ല ഈ പരിപാടി ചെയ്യുന്നത്. എവിടെ സമ്പൂർണവും സമഗ്രവുമായ അധികാര കേന്ദ്രീകരണം വരുമ്പോൾ അവിടെയൊക്കെ ഫാസിസം ഉണ്ടാവും. അതാണ് നമ്മൾ ഇന്ത്യയിലെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നത്. ഫാസിസ്റ്റ് ആക്കാൻ അനുവദിക്കാതിരിക്കുക. മോഡി മാത്രമായിരുന്നില്ല ഫാസിസ്റ്റ്. ഇതുപോലെ സ്റ്റാലിൻ ജനിതകശാസ്ത്രത്തെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇന്നും റഷ്യ ജനിതകശാസ്ത്രത്തിലൊക്കെ വളരെ പുറകോട്ടാണ്. എന്നിട്ട് എന്താ ചെയ്തത്? തീർന്നിട്ടില്ല. ഈ ലെസൻകോവിൻ്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ള ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ, ഏത് ജനിതക ശാസ്ത്രത്തെ അനുകൂലിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ ജയിലടച്ചു. 3000-ഓളം ശാസ്ത്രജ്ഞന്മാരെ തീർത്ത് കളഞ്ഞു. മഹാനായ ശാസ്ത്രജ്ഞനുണ്ട് വാവിലോവ് എന്ന് പറയുന്നത്, നെറ്റിലൊക്കെ അടിച്ചൊക്കെ അങ്ങ് കാണാം. അദ്ദേഹം സൈബീരിയൽ ജയിലിൽ കിടന്നാണ് മരിച്ചത്. എന്തിനാണ്? മെൻ്റലിനെ അനുകൂലിച്ചു, ജനിതക ശാസ്ത്രത്തെ അനുകൂലിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതും മഹത്തായ ഒരു കമ്മ്യൂണിസ്റ്റ് ബ്ലണ്ടർ, ചുവപ്പൻ ബ്ലണ്ടർ എന്നായിട്ടാണ് കാണുന്നത്. ഇത് റെഡ് ഫാമൈൻ എന്ന് പറഞ്ഞുള്ള പ്രശസ്തമായ പുസ്തകമാണ്. സ്റ്റാലിൻ ഉണ്ടാക്കിയ കൊലപാതകങ്ങളെക്കുറിച്ച്, സ്റ്റാലിൻ സൃഷ്ടിച്ച ക്ഷാമത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന പുസ്തകമാണ്. പിന്നെ ഇനി ഒരു ചോദ്യമാണ്. ഇത് സ്ഥിരമായിട്ട് മതവാദികൾ, നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി തൊട്ട് ഉപയോഗിക്കുന്നൊരു പരിപാടിയാണ്. ഈ നിരീശ്വരവാദികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊലപാതകികൾ. ഞങ്ങളൊന്നല്ല, മതങ്ങൾ എത്ര ആളെ കൊന്നിട്ടുണ്ട്, മതങ്ങൾ വളരെ കുറച്ച് ആളുകളെ കൊന്നിട്ടുള്ളൂ. യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് ചോദിക്കുന്നത് ഈ സാമ്പത്തിക അന്ധവിശ്വാസികളാണ്. നമ്മൾ സ്വതന്ത്ര ചിന്തകരും നിരീശ്വരവാദികളും ഏഴയലത്ത് അടുപ്പിക്കാൻ പാടില്ലാത്ത ഈ സാമ്പത്തിക അന്ധവിശ്വാസികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊലപാതകികളായിട്ട് മതവാദികൾ നിരീശ്വരവാദികളെ പെരട്ടിക്കിട്ട് വരുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ കൊലപാതകി ആരാണെന്നൊരു സംശയം വേണ്ട, അത് ഈ മനുഷ്യനാണ്. നമ്മുടെ ചെയർമാൻ മാവോ ആണ്. കേരളത്തിൽ കവിതകൾ എഴുതിപ്പെടുന്ന മഹാനായ മാവോ എന്ന് പറഞ്ഞ് പ്രകീർത്തിക്കപ്പെടുന്ന, ഇന്നും മാവോയിസ്റ്റുകൾക്ക് വലിയ പേരുള്ള സെമിനാറുകളും സിമ്പോസിയങ്ങളും നടക്കുന്ന ഈ മഹാൻ കാരണം 5.5 കോടി ജനങ്ങളാണ് ഭൂമിയിൽ നിന്ന് ബാഷ്പീകരിച്ചു പോയത്. ഇയാളെ പരിപാടി എന്തായിരുന്നു വെച്ചാൽ, ഇതും മാവോ ഒറ്റയ്ക്കല്ല ചെയ്തത്. മാവോയുടെ തലച്ചോറിൽ ആ പുസ്തകം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പറയുന്നത് പുസ്തകജന്യമായ അന്ധവിശ്വാസമാണിത്. അതായത് മാവോ ഒരു പരിപാടി ചെയ്തു. അതിൻ്റെ പേരാണ് ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന്, മഹത്തായ കുതിക്കൽ പദ്ധതി. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, അന്നത്തെ കാലത്ത് ചൈന കാർഷികമായി കുറച്ച് അത്യാവശ്യം മെച്ചപ്പെട്ടിട്ടാണെങ്കിലും വ്യാവസായികമായി വളരെ പിറകോട്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു പരിപാടി അങ്ങോട്ട് കൊണ്ടുവന്നു, ലീപ്പ് ഫോർവേഡ് എന്ന പദ്ധതി കൊണ്ടുവന്നിട്ട് വ്യാവസായികമായി ചൈനയെ അങ്ങോട്ട് ഉയർത്താൻ തീരുമാനിച്ചു. പിന്നെ അവിടെ സാംസ്കാരിക വിപ്ലവം എന്ന വേറൊരു പരിപാടി കൊണ്ടുവന്നു. എന്താ വെച്ചാൽ മടിയന്മാരാന്ന് കരുതുന്ന എല്ലാവരെയും അടിച്ച് പണിയെടുപ്പിക്കുക, പാതിരിമാരെ പിടിച്ചുകൊണ്ടുവന്ന് കന്ന് കൂട്ടിക്കുക, ബുദ്ധസന്യാസികളെ കൊണ്ടുവന്ന് കിളപ്പിക്കുക, സർവകലാശാല പ്രൊഫസർമാരെ കൊണ്ട് ചെരുപ്പ് തുന്നിക്കുക. ഇതൊക്കെ ഭ്രാന്തല്ലേ? ഓരോ തൊഴിൽ എങ്ങനെയാണ് സമൂഹത്തിൽ വരുന്നത്? അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചല്ലേ? അങ്ങനെ മാവോ അയാളെ ഭ്രാന്തൻ നയങ്ങളൊക്കെ നടപ്പാക്കി. കൃഷിയൊന്നും വേണ്ടായിരുന്നു, എല്ലാവരോടും ഇരുമ്പുരുക്കാൻ പറഞ്ഞ് ഇല്ലേ വെടിവെക്കും, ഇരുമ്പുരിക്കല്ലേ പട്ടാളം വെടിവെക്കും. അതുകൊണ്ട് എല്ലാ പാവങ്ങളും എന്ത് ചെയ്തു വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഓട്ടോ പിച്ചളയൊക്കെ എടുത്തും വ്യവസായം തുടങ്ങുകയാണ്. വീടിൻ്റെ മുകളിൽ ഒരു കുടിൽ വ്യവസായം പോലെ എന്തോന്ന് കെട്ടിണ്ടാക്കി, എന്നിട്ട് അതിനൊക്കെ തീയിടാൻ തുടങ്ങി. അങ്ങനെ തീയും പോകുകയെ അങ്ങനെ മേലോട്ട് പോയി. എന്താ സംഭവിച്ചത്? ജനം പട്ടിണി കിടന്ന് മരിച്ചു, കാർഷിക വ്യവസ്ഥ നശിച്ചു. പെട്ടെന്നൊരു അഗ്രികൾച്ചർ വ്യവസ്ഥയെ ഇൻഡസ്ട്രിയൽ വ്യവസ്ഥയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുക? ജനങ്ങൾ എന്ത് ചെയ്യും? ഇനി ഇരുമ്പ് ഉരുക്കിയില്ലല്ലോ പട്ടാളം വെടിവെക്കും. ഇങ്ങനെ 66 മുതൽ 76 വരെയുള്ള സാംസ്കാരിക വിപ്ലവകാലത്ത് ആയിരങ്ങളാണ് ദുരിതം സഹിക്കാതെ ആത്മഹത്യ ചെയ്തത്. ഇത് തമാശ പറയില്ല, നെറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആർക്കും മനസ്സിലാവും. ആയിരക്കണക്കിന് ആളുകൾ ആത്മഹത്യ ചെയ്തത്. എന്തിനാണ് പരസ്യമായി ആത്മഹത്യ ചെയ്തത്? ഇവരെ പാരച്യൂട്ടുകൾ എന്നാ പറയുക. എന്തിനാണ് പരസ്യമായി ആത്മഹത്യ ചെയ്യുന്നത് വെച്ചാൽ, മറ്റ് മിസ്സിംഗ് കേസായാൽ അവരെ കുടുംബത്തെ വെടിവെച്ച് കൊല്ലും. അതുകൊണ്ട് ഇവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടപ്പനായി വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയി എല്ലാവരും കാണാൻ താഴോട്ട് ചാടി, ഞങ്ങളുടെ മരണത്തിൽ ആർക്കും പങ്കില്ല, ജീവിതം മടുത്തുകൊണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണ് പറഞ്ഞിട്ട് താഴോട്ട് ചാടി മരിക്കുന്നു. അവരെയാണ് പാരച്യൂട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം 5.5 കോടി ജനങ്ങളെ കൊന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് പുസ്തകജന്യമായ ഒരു അന്ധവിശ്വാസമാണ്. പക്ഷേ മാർക്സിസത്തിനേക്കാൾ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയ സാധനമാണ് മാവോ ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ പല ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടല്ലോ.
ഇതിന് തീവ്രത പോരാ, ഐസിസിന് തീവ്രത പോരാനിട്ടാണ് വേറൊരു ടീം ഉണ്ടായത്. അതേപോലെ തന്നെ ഈ മാർക്സിസത്തിന് അത്ര തീവ്രത പോരാറിന് മാവോ കുറച്ചെണ്ണം കൈമന്നിട്ടാണ് മാവോയിസം എന്ന സാധനം ഉണ്ടാക്കിയത്. അതിഭീകരമായ കേന്ദ്രീകൃത ജനാധിപത്യം വരുന്ന എല്ലാ അധികാരങ്ങളും പാർട്ടിയിലേക്ക് എത്തിക്കുന്ന ആ വൃത്തികെട്ട സാധനത്തെ പൂവിട്ട് പൂജിക്കാനും മാവോയുടെ ചിത്രം വെച്ച് സെല്യൂട്ട് അടിക്കാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. ഇന്നും കേരളത്തിൽ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വലിയ ചങ്കാണ്. യുക്തിവാദികളെയൊക്കെ പുച്ഛിക്കുന്ന സ്വതന്ത്ര ചിന്തകരൊക്കെ അഴിഞ്ഞാട്ടത്തിൽ നടക്കുന്ന ആളുകളാണെന്നൊക്കെ പറയുന്നവരും മാവോയിസ്റ്റുകൾ അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഈ പ്രത്യയശാസ്ത്ര അന്ധവിശ്വാസത്തിൻ്റെ ഒരു കാതൽ. ഇനിയാണ് മാവോയുടെ മറ്റൊരു മണ്ടത്തര പറഞ്ഞാൽ, ഇത് എൻ്റെ മകനോട് ഞാൻ പറഞ്ഞിട്ട് ഇവൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ എത്രയൊക്കെ മണ്ടന്മാരുണ്ടാവുമെന്ന്. കുരുവിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗ്ഗശത്രുവായി പ്രഖ്യാപിക്കുക, നമ്മുടെ അടയ്ക്കാക്കുരുവിനെ. അതായത് മാവോക്ക് തോന്നി ഒരു സുപ്രഭാതത്തിൽ അവിടെ ആരും ശാസ്ത്രജ്ഞന്മാരൊന്നും ഇല്ലായിട്ടല്ല കേട്ടോ, ഈ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ പ്രശ്നമാണ്. കേന്ദ്രീകൃതമായി ഒരു വ്യക്തിയിലേക്ക് എല്ലാ അധികാരങ്ങളും തോന്നുമ്പോൾ അയാൾക്ക് വരുന്ന ഭ്രാന്തുകളൊക്കെ തന്നെ സമൂഹത്തിലേക്ക് പടരും. അപ്പോൾ മാവോക്ക് ഒരു ദിവസം അങ്ങോട്ട് തോന്നി, ഈച്ച, എലി, കൊതുക്, കുരുവി ഇവയൊക്കെ അങ്ങോട്ട് ഉന്മൂലനം ചെയ്തതാണ്. ഇത് ചതുർ കീട പദ്ധതി എന്നൊരു പരിപാടി അങ്ങ് തുടങ്ങി. അതായത് ഈ അടയ്ക്കാക്കുരുവികൾ ഈ ഭക്ഷ്യധാന്യങ്ങൾ കഴിക്കല്ലോ, പാഴാവുന്ന ഭക്ഷ്യധാന്യങ്ങൾ അതൊക്കെ കഴിച്ചിട്ടാണല്ലോ അവ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കുരുവികൾ നമ്മളെ സമ്പത്ത് കൊള്ളയടിക്കുന്നു. അതുകൊണ്ട് കുരുവിയെ കൊല്ലാൻ മാവോ തീരുമാനിച്ചു. ചെയർമാൻ മാവോ തീരുമാനിച്ച പിന്നെ എതിർവാക്കില്ല, എല്ലാവരും ഇറങ്ങി, ഒരു നഗരം മുഴുവൻ ഇറങ്ങി. പാർട്ടിക്ക് കേഡർമാർ കംപ്ലീറ്റ് വടിയും കുന്തവും കല്ലുമായിട്ട് ലോകത്തിലുള്ള ആ പ്രദേശത്തുള്ള മുഴുവൻ കുരുവികളെ അടിച്ചു കൊല്ലാൻ തുടങ്ങി. രക്ഷയില്ലാതെ കുരുവികൾ ഈ എംബസികളിലേക്കാണ് ചേക്കേറിയത്. കാരണം എംബസിയിലേക്ക് ഇവർക്ക് കയറാൻ പറ്റുമല്ലോ, വിദേശ രാജ്യങ്ങളുടെ എംബസികളിലേക്ക് കയറി. 1960 ഈ സംഭവം നോക്കണം. അപ്പം പോളണ്ടിൻ്റെയും ഒക്കെ എംബസികളിലേക്ക് നിറയെ കുരുവികളെ കൊണ്ട് കയറുകയാണ്. അത് വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി പിന്നീട് പ്രചരിക്കപ്പെട്ടു ആ ചിത്രമൊക്കെ. അപ്പോൾ അവിടേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, എംബസിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, എംബസിയിൽ പുറത്തുനിന്ന് ആളുകൾ കയറാൻ വയ്യ. എംബസികൾ വളഞ്ഞിട്ട് അങ്ങോട്ട് പാട്ട കൊട്ടാൻ തുടങ്ങി. നമ്മളെ മോഡി കോവിഡ് കാലത്ത് പറഞ്ഞ മാതിരി എല്ലാവരും കൂടി പടപടപടാന്ന് അങ്ങോട്ട് പാട്ട കൊട്ടി. ഈ പാൻഡമോണിയം ശബ്ദത്തിൻ്റെ ബാഹുല്യം കൊണ്ട് കുരുവികൾ മൊത്തം ചത്തൊടുങ്ങി. പോളിഷ് എംബസിക്കാരൊക്കെ പറയുന്നത് 3 ദിവസം എടുത്തിട്ടാണ് അവർ കുരുവിയെ എടുത്തുകൊണ്ടുവരുന്ന. എന്നിട്ട് എന്താ പറ്റിയത്? ഇവിടെയാണ് മാവോയുടെ വിഡ്ഢിത്തം. ഭക്ഷ്യ ശൃംഖലയെക്കുറിച്ച് യാതൊരു ബോധവും മാവോയിനില്ല. കുരുവികളങ്ങ് നശിച്ചോടുകൂടി കുരുവികൾ തിന്നുന്ന മറ്റു പരാതങ്ങൾ വർദ്ധിച്ചു, കീടങ്ങൾ വർദ്ധിച്ചു, വെട്ടുക്കിളികൾ വന്നു. അഭൂതപൂർവമായ വെട്ടുക്കിളി ആക്രമണം കൊള്ളാൻ പട്ടിണി പിന്നെയും രൂക്ഷമായി. അപ്പോഴാണ് മാവോയ്ക്ക് മനസ്സിലായത് പണി പാളി. അപ്പോൾ മാവ എന്ത് ചെയ്തു, 1967 കുരുവിനെ അങ്ങ് മാറ്റി പകരം മൂട്ടാനെ അങ്ങ് ഉൾപ്പെടുത്തി. എല്ലാവരും പോയി മൂട്ടാനെ അങ്ങ് തല്ലിക്കൊന്നോളിന്ന്. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലും കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് വന്നാലുണ്ടാവുക. ഇവിടെ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തക്കിയ പോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഇവിടെ യഥാർത്ഥ കമ്മ്യൂണിസം അല്ല നടപ്പാക്കുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസം വരുന്നതിനുള്ള ഒരു ചെറിയൊരു ഇൻ്റർമീഡിയറി ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നൊരു പരിപാടിയാണ് ഇവിടെ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലൂടെ CPM CPI ഒക്കെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസം വന്നാൽ പിണറായി വിജയന് തോന്നുകയാണ് പൂച്ചയെ തല്ലിക്കൊല്ലണം എന്ന് തോന്നിയാൽ കംപ്ലീറ്റ് ടീം ഇറങ്ങും. NGOക്കാരും മകളകളും കുടുംബശ്രീക്കാരൊക്കെ വടിയും പാരയും കൈക്കോട്ടായിട്ട് പൂച്ചയെ പാർട്ടി അങ്ങ് വർഗ്ഗശത്രുവായി പ്രഖ്യാപിക്കും. പൂച്ചയെ തല്ലിക്കൊന്ന് ഉന്മൂലനം നടത്തും. ഈ ചിത്രങ്ങൾ നോക്കുക. ഈ ചിത്രത്തിലൊരു കുട്ടി കണ്ടില്ലേ? ആ കുട്ടി മുഴുവൻ കുരുവിയാണ്. കുരുവികളെ മുഴുവൻ തല്ലിക്കൊന്ന് കുട്ടി കൊണ്ടുവരികയാണ്. അടുത്തുള്ള ചിത്രം നടന്നിരുന്നത് ചൈനയിലെ വലിയ ഈ കാളവണ്ടികളിലൊക്കെ കുരുവികളുടെ ജഡങ്ങൾ കൊണ്ട് കുരുവാണ്. ഒരു കുരുവിയെ പോലും വിടരുത്. പാർട്ടി ഒരാളെ വർഗ്ഗശത്രുവാക്കി കഴിഞ്ഞാൽ അവന് രക്ഷയില്ല. ഈ നയം ഇന്നും കേരളത്തിലില്ലേ? ഇതാണ് പുസ്തകജന്യമായ അന്ധവിശ്വാസമാണ് നടക്കുന്നത്. പിന്നെ ആരാണ് ചൈനയെ രക്ഷിച്ചത്? ചൈനയെ രക്ഷിച്ച മാവോയിസം അല്ല. മാവോയുടെ കാലത്ത് കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കായിരുന്നു. മനുഷ്യനെ തിന്നു എന്നാണ് പറയുന്നത് പട്ടിണി കിടന്നിട്ട്. ആ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കണം, നെറ്റിലുണ്ട്. പൂച്ചയെ തിന്നു, പഴുതാരയെ തിന്നു, അവർ വീട്ടിലെ തത്തയെ തിന്നു, നായയെ കൊന്നു തിന്നു, അവസാനം മനുഷ്യനെ കൊന്നു തിന്നു. ഭക്ഷണമില്ലാഞ്ഞ എന്താണ് ചെയ്യുക? അപ്പോൾ എന്നിട്ടാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് അവസാനം ഒരു ഗതിയിലായിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇന്ന് എങ്ങനെയാണ് ചൈന ഉയർത്തിയത്? അത് മാവോയിസം കൊണ്ടല്ല. ഡെങ് സിയാവോപിങ് എന്ന് പറയുന്നൊരു ചൈനയുടെ നേതാവുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി മാറ്റിയ ആളാണ്. അദ്ദേഹം ഒരു പരിപാടി തുറന്നു, വിപണി തുറന്നു. മൻമോഹൻ സിംഗ് ചെയ്ത പോലത്തെ ഉദാരീകരണം അതിന് മുമ്പേ തന്നെ തുടങ്ങി. ഡെങ്ങിന് മനസ്സിലായി പണി പാളും, രാജ്യം പോകുന്ന അപകടത്തിലാണ്. അദ്ദേഹം വിപണി തുറന്നു, ചൈനയിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവന്നു. ആയിരക്കണക്കിന് കമ്പനികളുടെ കേന്ദ്രമാണെന്ന്. അവിടെ പോയ സന്തോഷ് ജോർജ് അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? ചൈനയിൽ നിങ്ങൾ ഭരണകൂടത്തെ വിമർശിക്കാതിരുന്നാൽ ഒരു പ്രശ്നമില്ല, ആർക്കും വരാം, കമ്പനി ചെയ്യാം, കച്ചവടം നടത്താം. അങ്ങനെ അടച്ചിട്ട ചൈനയെ ഡെങ് സിയാവോപിങ് തുറന്നു. ഇതിന് കാരണമായത് ഡെങ് സിയാവോപിങ്ങിൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ്. ഒരു കൂട്ടുകൃഷിക്കളമായിരുന്നു ചൈനയിലുണ്ടായിരുന്നത്. അങ്ങനെ കൂട്ടുകൃഷിക്കളത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരു മാറ്റം വരുത്തി. ഇൻഡിവിജ്വലായി കൃഷി ചെയ്തോളം പറഞ്ഞു. മറ്റ് 10 പേർ ചേർന്നിട്ട് ഒരു കൂട്ടുകൃഷി കളം നടത്തുന്നതിന് പകരം ഓരോ വ്യക്തിയോടും കളം നടത്തിക്കോളാൻ പറഞ്ഞു. നിശ്ചയ സ്ഥലം തിരിച്ചു കൊടുത്തു. വിളവ് 4 ഇരട്ടിയായി. മറ്റെന്താണ് സംഭവിക്കുന്നത്? ഞാൻ അധ്വാനിച്ചാലും നിങ്ങൾ അധ്വാനിച്ചാലും ഒരേ ഫലമല്ലേ? നമുക്കെന്താ കിട്ടുക?
നമ്മളിപ്പോൾ നന്നായി വിത്തെറിഞ്ഞു 50 ടൺ വിളവുണ്ടാക്കിയാലും 2 ടൺ ഉണ്ടാക്കിയാലും ഒക്കെ തുല്യമാണ്. ആവറേജേ നമുക്ക് കിട്ടുള്ളൂ. ആരെങ്കിലും അധ്വാനിക്കുമോ? ഇവിടെയാണ് ക്യാപിറ്റലിസത്തിൻ്റെ പ്രസക്തി, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രസക്തി. നിങ്ങൾ അധ്വാനിക്കണം, മത്സരം വേണം, വിപണികൾ വേണം. അതിൽ മത്സരാധിഷ്ഠിതമായ വിപണി ഉണ്ടാകുമ്പോഴാണ് സമൂഹം പുരോഗമിക്കുക. ഇത് കണ്ടതോടുകൂടിയാണ്, ഈ കൂട്ടുകൃഷി കളത്തിലെ അനുഭവം വന്നതോടുകൂടിയാണ് ഡെങ് സിയാവോപിങ്ങിൻ്റെ മനസ്സ് മാറുന്നതും. അത് പിന്നീട് വിശദമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം, ആരാണ് ചൈനയെ രക്ഷിച്ചതെന്ന് പറഞ്ഞു. ഇപ്പം ഇത് ആമുഖമായി ഇത്രയും പറയാം. ചൈന മുതലാളിത്തം കൊണ്ടല്ല രക്ഷിച്ചത്, ക്യാപിറ്റലിസം കൊണ്ടാണ് രക്ഷപ്പെട്ട്. ആ ക്യാപിറ്റലിസത്തിന് ദിലീപിൻ്റെ ഒരു സിനിമയിൽ ബിമൽ കുമാർ എന്ന് കുഞ്ഞിക്കുനൻ വിളിക്കുന്ന മാതിരി, കുഞ്ഞിക്കുനൻ സ്വയം ബിമൽ കുമാർ എന്നൊരു പേരിട്ടു എന്ന് പറയുന്ന മാതിരി ഉണ്ട്. ഈ ഡെങ് സിയാവോപിങ് ക്യാപിറ്റലിസം കൊണ്ടുവന്നിട്ട് അതിനൊരു പേരിട്ടു, എന്താണ്, ചൈനീസ് കമ്മ്യൂണിസം എന്ന്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ചൈനയെ രക്ഷിച്ചത് ക്യാപിറ്റലിസമാണ്. പിന്നെ ഇത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ചോദിച്ചാൽ, ഇന്നും ഇങ്ങനത്തെ ആളുകളില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോൾ വടക്കൻ കൊറിയയും ക്യൂബയൊക്കെ ഇന്നും ഇങ്ങനെ ഉണ്ട്. അതായത് അവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? വടക്കൻ കൊറിയയിലെ കഥകളൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. മുടി വെട്ടാൻ പോലും അനുമതിയില്ല. സർക്കാർ അനുവദിക്കുന്ന 7 രീതിയുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് വടക്കൻ കൊറിയയുടെ സർവാധികാരിയായ കിം ജോങ് ഉന്നിൻ്റെ ചിത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ മുടി കണ്ടില്ലേ, ഈ സ്റ്റൈലിൽ ഞാൻ മുടി വെട്ടി വടക്കൻ കൊറിയയിലൂടെ നടന്നാൽ വെടി വീഴും. അതായത് സർക്കാർ പറയുന്ന രീതി അല്ലാതെ അങ്ങ് മുടി വെട്ടാൻ പാടില്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഒരു സാധനവുമില്ല, ഹോളിവുഡ് സിനിമ കണ്ടാൽ ജയിലിലാവും. ഒരു തുറന്ന ജയിലാണ് വടക്കൻ കൊറിയ. ആളുകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. പണിയെടുക്കുക, കൂട്ടുകൃഷി കളങ്ങളിൽ പോവുക, പണിയെടുക്കുക, കിടന്നുറങ്ങുക. അവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പോലും വളരെ രസകരമായ വാർത്ത വന്നിട്ടുണ്ട്. എങ്ങനെയാണ് വിദ്യാഭ്യാസം വെച്ചാൽ, ഈ കണക്ക് കൂട്ടലും കിഴിക്കലൊക്കെ അവർ പഠിപ്പിക്കുക ദക്ഷിണ കൊറിയയെ അപഹസിച്ചുകൊണ്ടാണ്. അതായത് 25 ദക്ഷിണ കൊറിയൻ പട്ടാളക്കാർ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ഉത്തര കൊറിയൻ സൈന്യം വീരോചിതമായി അവരിൽ 15 പേരെ വെടിവെച്ച് കൊന്നു. എന്നാൽ ബാക്കി എത്ര പട്ടാളക്കാർ ജീവനോടെയുണ്ട്? ഇങ്ങനെയാണ് 25-15 പഠിപ്പിക്കുന്നത്. അതിൽ പോലും കുത്തിക്കയറ്റാണ് സാധനം. അപ്പോൾ ഇനി സ്വാഭാവികമായി വരുന്നൊരു സംശയം ഉണ്ടാവും, ഈ ഉത്തര കൊറിയയെ ഒരുവിധം എല്ലാ രാജ്യങ്ങളും ബാൻ ചെയ്താൽ ചൈനയ്ക്ക് മാത്രമേ അങ്ങോട്ട് ആക്സസ് ഉള്ളൂ, അമേരിക്കയൊക്കെ ഇതിന് തടഞ്ഞു, എന്നിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഈ സമ്പത്ത് ഉണ്ടാകുന്നത്? കിം ജോങ് ഉന്നൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. ജനങ്ങൾ പട്ടിണി കിടക്കുകയാണേലും അയാൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകളുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ മയക്കുമരുന്ന് മണത്തിലൂടെയും കഞ്ചാവ് കള്ളക്കടത്താണ് ഇവർ നടത്തുന്നത്. അതിനായിട്ട് കൊറിയയ്ക്ക് ഒരു മന്ത്രാലയമുണ്ട്. അതായത് അമേരിക്കൻ ഡോളർ നേരിട്ട് സർക്കാർ അടിക്കുകയാണ്. എന്നിട്ട് ആയുധങ്ങൾ കള്ളക്കടത്തിലൂടെ ഐസിസിന് വരെ വിൽക്കുന്നു. ഇതുകൊണ്ടാണ് കൊറിയ വടക്കൻ കൊറിയ ഒരു സാമൂഹ്യ ദ്രോഹികളുടെ രാഷ്ട്രമാണെന്ന് നമ്മൾ പറയുന്നത്. ആയുധം കള്ളക്കടത്തിലൂടെ വിൽക്കുക, മയക്കുമരുന്ന്, സർക്കാർ തന്നെ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയാൽ എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ നേരിട്ട് കള്ളക്കടത്ത് നടത്തുന്നുണ്ടോ? വ്യാജ നോട്ട് അടിക്കുന്നുണ്ടോ? ഇവിടെ വടക്കൻ കൊറിയയുടെ പ്രധാന പരിപാടി അവരൊരു M4 എന്ന് പറഞ്ഞൊരു മന്ത്രാലയമുണ്ട്. ആ മന്ത്രാലയത്തിന് മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ പരിപാടി ഈ വ്യാജ ഡോളർ അടിച്ചിട്ട് ഷിപ്പുകളിലാക്കി അമേരിക്കയിൽ കൊണ്ടുപോവുക. ഇങ്ങനെ ധാരാളം കഞ്ചാവ് ചെടികൾ ഈ പാവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നക്സലൈറ്റുകളും ചെയ്യുന്നുണ്ട് കേട്ടോ. ബസ്തർ, കലഹണ്ടി മേഖലയിൽ ഇന്ത്യൻ നക്സലൈറ്റുകളും കഞ്ചാവ് ചെടികൾ വിതരണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പാവങ്ങളെടുത്ത് നിന്ന് കഞ്ചാവിൻ്റെ വിളവിൻ്റെ പൈസ അവർ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ താലിബാൻ ചെയ്യുന്നത്, താലിബാൻ്റെ പ്രധാന വരുമാനം ഓപ്പിയം ചെടികളാണ്. ഒക്കെ ഭയങ്കര ഇസ്ലാമിസ്റ്റുകളാണ് താനും. അതുപോലെ തന്നെ പറയുന്നതൊന്ന് പ്രവൃത്തി ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്യൂബ ഒരു തെമ്മാടി രാഷ്ട്രമെന്ന് ഞാൻ വടക്കൻ കൊറിയ വിശേഷിപ്പിക്കുന്നത്. അവർ ലോകത്തിന് ഭീഷണിയാണ്. ആയുധങ്ങൾ വടക്കൻ കൊറിയ കൊടുക്കുന്ന ആയുധങ്ങളാണ് എല്ലാവരുടെ കയ്യിലുള്ളത്. റോഹിംഗ്യൻ തീവ്രവാദികൾ, പട്ടിണി കടന്ന് മരിക്കുന്ന റോഹിംഗ്യൻ തീവ്രവാദികളുടെ കയ്യിൽ പോലും വടക്കൻ കൊറിയയുടെ ആയുധം എത്തുന്നുണ്ട്. ഇനി മറ്റൊരു നമ്മുടെ നാട്ടിലെ ചങ്കാണ് ക്യൂബയും. ഈ ക്യൂബയുടെ കാര്യം എടുത്ത് നോക്കൂ. ക്യൂബയിൽ ഡോക്ടർമാർക്ക് അറ്റൻഡർക്ക് ഒരേ ശമ്പളമാണ്. തമാശ പറയല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർക്കും അവിടുത്തെ അറ്റൻഡർക്കും ഒരേ ശമ്പളമായാൽ, ഇതാണ് കമ്മ്യൂണിസം എന്ന വികല ധാരണ. 8 മണിക്കൂർ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തുല്യ ശമ്പളം. നമ്മൾ ഞെട്ടിപ്പോവും. 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരേ കാറ്റഗറിപ്പെട്ടവർക്കാണ് വിവേചനം പാടില്ല എന്ന് നമ്മൾ പറയുന്നുള്ളൂ. 8 മണിക്കൂർ ജോലി ചെയ്യുന്ന അറ്റൻഡർക്കും 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഡോക്ടർക്കും ഒരേ ശമ്പളം കൊടുത്താൽ എന്താ സ്ഥിതി? ഇന്ത്യൻ രൂപയിലേക്ക് കാട്ടിയാൽ 7000 രൂപയൊക്കെയാണ് പോലെ ഒരു ഡോക്ടർ അവിടുത്തെ ശമ്പളം. ഈയിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ക്യൂബയിൽ വലിയൊരു വൈദ്യുതി മുടക്കമുണ്ടായി. ആകെ നാശകോശമായി ക്യൂബ. വൈദ്യുതിയൊക്കെ എപ്പോഴും ഇല്ല. ലോകത്തിലെ ഏറ്റവും മോശം കാറുകളൊക്കെ ഓടുന്ന ഹോസ്പിറ്റൽ സംവിധാനമൊക്കെ ദയനീയമായ രാജ്യമാണ് ക്യൂബ. എന്നിട്ട് നമ്മളവിടെ ചങ്കായിട്ട് തള്ളി മറിക്കുന്നു. ഇനി എന്താ ക്യൂബയിൽ സംഭവിക്കുന്നത്? ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി അമേരിക്കയിലേക്ക് കടക്കുകയാണ്. അമേരിക്ക ഇവർ പറയുന്ന റോഗ് സ്റ്റേറ്റായി കാണുന്ന, തെമ്മാടി രാഷ്ട്രമായി കാണുന്ന അമേരിക്കയിലേക്ക് കടക്കാൻ വേണ്ടി ക്യൂബൻ യുവാക്കൾ ഓടി വരികയാണ്. എന്നിട്ട് ഓരോ തവണയും കപ്പൽ മുങ്ങി ആളുകൾ മരിക്കുന്നു, അമേരിക്കൻ സൈന്യം വെടിവെക്കുന്നു, ട്രംപ് മതിൽ കെട്ടുന്നു. എന്നിട്ട് ഇവർ 24 മണിക്കൂറും അമേരിക്കയെ കുറ്റം പറയുകയും ചെയ്യും. അപ്പോൾ ഈ സാമ്പത്തിക അന്ധവിശ്വാസത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിതരാവാത്ത ഏതാനും ചില രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അതൊന്നാണ് ചങ്കിലെ ക്യൂബയും നമ്മളെ വടക്കൻ കൊറിയയും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കേരളത്തെയും ചേർത്ത് വായിക്കേണ്ടി വരും.
പിന്നെ ഇതിൽ ഒരു സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ കാണണം നമ്മൾ. വടക്കൻ കൊറിയയും തെക്കൻ കൊറിയയും രണ്ടും ഒരേ സമയം സ്വാതന്ത്ര്യം കിട്ടിയ രണ്ട് രാജ്യങ്ങളാണ്. പക്ഷെ വടക്കൻ കൊറിയ എത്രമാത്രം പുറകോട്ടടിച്ചു, തെക്കൻ കൊറിയ വളർന്നു വന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല കമ്പനികളുള്ള തെക്കൻ കൊറിയയിലാണ്. കിം കി ഡുക്കിനെ പോലെ ചലച്ചിത്രകാരന്മാർ, ഏറ്റവും നല്ല പാട്ടുകാർ, നമ്മുടെ റാപ്പർമാർ, നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പോൾ കൊറിയയുടെ വലിയ ആരാധകരാണ്. നല്ലൊരു ടീച്ചർ പറഞ്ഞല്ലോ, കൊറിയൻ ഭാഷയിലാണ് കുട്ടികൾ ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കാതെ. കൊറിയൻ വെബ് സീരീസ്, കൊറിയൻ സിനിമ, അങ്ങനെ ശരിക്കും കൾച്ചർ എന്ന് പറയുന്നത് നടക്കുന്നത് തെക്കൻ കൊറിയയിലാണ്. ഒരു സാറ്റലൈറ്റ് ചിത്രമുണ്ട് വടക്കൻ കൊറിയൻ്റെയും തെക്കൻ കൊറിയൻ്റെയും. വടക്കൻ കൊറിയ ഇരുട്ടിൽ കിടക്കുമ്പോൾ തെക്കൻ കൊറിയ രാത്രി മിന്നിത്തിളങ്ങി കിടക്കുകയാണ്. ഇതാണ് അടിസ്ഥാനപരമായി കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള വ്യത്യാസം. ക്യാപിറ്റലിസത്തോടെ മാത്രമേ നമുക്ക് അഭിവൃദ്ധിപ്പെടാനാവുള്ളൂ. യഥാർത്ഥ കമ്മ്യൂണിസം വന്നാൽ ഇവിടെ ഒരു പുല്ല് പോലും ഉണ്ടാവില്ല. ഇനി നമ്മൾ ആഗോളതലത്തിലുള്ള ഏതാനും ചില ബ്ലണ്ടറുകൾ ഞാൻ പറഞ്ഞു. എല്ലാം പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഇവർ ബ്ലണ്ടറുകൾ മാത്രം ചെയ്തതുകൊണ്ട് നമുക്കത് 3 മണിക്കൂർ വേണ്ടി വരും. ഇപ്പോൾ ചൈനയിലൊക്കെ ബ്ലണ്ടറുകൾ പറഞ്ഞാൽ തീരൂല, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ലൂയിസ് കരോളിൻ്റെ ആലിസ് ഇൻ വണ്ടർ വേൾഡ് എന്ന് പറയുന്ന പുസ്തകം വായിക്കാത്തവർ വളരെ കുറവായിരിക്കും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. മാവോ സേത്തുങ് നിരോധിച്ചു കളഞ്ഞു. കാരണം എന്താ വെച്ചാൽ അത് അശാസ്ത്രീയത പരത്തുന്നതാണ്. അതായത് ആലിസ് ഇൻ വണ്ടർ വേൾഡിൽ സംസാരിക്കുന്ന ചെടികളുണ്ട്, സംസാരിക്കുന്ന മൃഗങ്ങളുണ്ട്. ഇത്തരം കഥകളൊക്കെ അശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് ആലിസ് ഇൻ വണ്ടർ വേൾഡ് മാവോ നിരോധിച്ചു കളഞ്ഞു. ഈ മാതിരി ഭ്രാന്തന്മാരെ ലോകത്ത് കാണാൻ പറ്റുമോ? ഇവിടെ പൂമ്പാറ്റയും ബാലരമയൊക്കെ വായിക്കാൻ പറ്റുന്ന നമ്മുടെ ഭാഗ്യം. അത് അത്രേ ഞാൻ കാണുന്നുള്ളൂ. അതിലും അന്ധവിശ്വാസം എന്നാണ് അവർ നിരോധിച്ച് കളയുമെന്നാണ് പേടി. കല എന്താണ്, ക്രിയേറ്റിവിറ്റി എന്താണെന്നുള്ള യാതൊരു ധാരണയും ഡിക്റ്റേറ്റർഷിപ്പ് ഭരണാധികാരികൾക്കില്ല. ഇനി ഇന്ത്യയിലെ മണ്ടത്തരങ്ങളിലേക്ക് വന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിലൂടെ വരണം. വേഗം പറഞ്ഞു പോവാം, നമുക്കെല്ലാം അറിയുന്ന മണ്ടത്തരാ. ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല, സ്വാതന്ത്ര്യം ഒന്നുമല്ല എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാരെ നമുക്ക് എവിടെയെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? 1957 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ CPI നേതാവ്, അന്ന് CPI ആണ് നേതാവ്, BT രണദീവോ പറഞ്ഞത് യഹ് ആസാദി ജൂട്ട് ഹേ എന്നാ. ഇത് വ്യാജ സ്വാതന്ത്ര്യമാണ്, വെള്ളക്കാരനിൽ നിന്ന് കൊള്ളക്കാരനിലേക്കുള്ള സ്വാതന്ത്ര്യമാണ് കിട്ടിയത്. അത് തിരുത്തിയത് 74 വർഷം എടുത്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർ 74 75 വർഷമൊക്കെ എടുത്ത് തിരുത്തും. അങ്ങനെ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പാർട്ടി ഓഫീസിൽ പതാകയൊക്കെ വരുന്നുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ, ഇതും ഒരുപാട് തവണ എല്ലാവരും പറഞ്ഞുകൊണ്ട് നമുക്ക് വേഗം പോവാം. ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കി, ടോജോയുടെ നായ, ഗീബൽസിൻ്റെ നായ എന്നൊക്കെയാണ് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ച്. പക്ഷേ തിരുത്തിട്ടോ, 35 വർഷത്തിന് ശേഷം ജ്യോതി ബാസു കുറ്റസമ്മതം നടത്തി. അതിന് 25 വർഷം കഴിഞ്ഞ് ബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ മാപ്പ് പറഞ്ഞു. അത്ര മോശം നാക്കണ്ട ഞങ്ങൾ, 70 കൊല്ലെടുത്താലും ഞങ്ങൾ മാപ്പ് പറയും. പിന്നെ ഇദ്ദേഹം EMSൻ്റെ ചിത്രം, എനിക്കൊക്കെ ഏറ്റവും വികാരപരമായി അടുപ്പുള്ള നേതാവായിരുന്നു EMS മരിച്ചെന്നൊക്കെ ഞാൻ വീട്ടിൽ കരഞ്ഞു ഉപവാസിരിക്കുകയായിരുന്നു. ഇദ്ദേഹം മുക്കത്തൊരു തവണ വന്നപ്പോൾ EMSന് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതും അത് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ എൻ്റെ ശരീരത്തിലേക്ക് ഒരു തരംഗം പോയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരു ഇസ്ലാമിസ്റ്റിന് പ്രവാചകൻ മുഹമ്മദിനോട് തോന്നുന്ന ആരാധനയും സ്നേഹമായിരുന്നു EMSനും ഉണ്ടായിരുന്നത്. ഞങ്ങളെ കോളേജിലെ സംഘടനകളുടെ പ്രധാന കാരണം EMSനെ പെറുക്കിയെന്നോ, EMSൻ്റെ ഭാര്യയോ മക്കളെയോ കളിയാക്കിക്കൊണ്ട് KSUക്കാർ എന്തെങ്കിലും മുദ്രാവാക്യം വന്നാൽ അന്ന് EMS ഇന്ത്യയുടെ പേരിൽ അവന്മാരെ ഞങ്ങൾ പഞ്ഞിക്കിടാറുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും നമ്മൾക്ക് പ്രിയപ്പെട്ട നേതാവായിരുന്നു EMS. അതെങ്ങനെയാണ് അത് അങ്ങനെ വരുന്നത്? വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രത്യയശാസ്ത്ര മൂഢധാരണ, ചിന്തിക്കാനുള്ള കഴിവിനെ ഷോർട്ടൺ ചെയ്തുകൊണ്ട് നമ്മുടെ തലയിൽ പുസ്തകാധിഷ്ഠിതമായ മാലിന്യങ്ങൾ നിറയുന്നതുകൊണ്ടാണ്. അപ്പോൾ 1962 പിന്നെ ഇന്ത്യ ചൈന സംഘർഷം ഉണ്ടായപ്പോൾ EMS പറഞ്ഞ വാക്കാണ്, നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന ഭൂമിന്ന്. നിങ്ങളെ ഭൂമി അയൽക്കാരൻ തൈ കയറുമ്പോൾ അച്ഛൻ പറയാണ്, എടാ നമ്മളതെന്ന് നമ്മളും പറയുന്നു, അയൽവാസി എന്ന് പറയുന്നതാണ് അച്ഛനെ ചെള്ളക്കിടൂല നമ്മൾ. അതേ അവസ്ഥയാണ് EMS നടത്തിയത്. പക്ഷെ നമുക്കതൊന്നും മനസ്സിലായില്ല അക്കാലത്ത്. സ്വന്തം നാടിന് നേരെ ആക്രമണം വരുമ്പോഴാണ് ചൈന പ്രേമം. ഇന്നും ഇന്ത്യക്ക് ഭീഷണി ചൈനയാണ്. ഇന്ത്യക്ക് ഇന്നും ആഗോളതലത്തിൽ ഏറ്റവും വലിയ ഭീഷണി വ്യാപാര തലത്തിലായാലും വാണിജ്യ തലത്തിലായാലും അതിർത്തിയും. ചൈന എല്ലാവരോടും പ്രശ്നമാണല്ലോ. അരുണാചൽ പ്രദേശിൽ പോയി അതിർത്തി മാന്തും, അപ്പുറത്ത് പോയി മാന്തും. എവിടെയും ഇപ്പോൾ കണ്ടില്ല, ഹമ്പൻ തോട്ട എന്ന് പറയുന്ന ഒരു തുറമുഖം ശ്രീലങ്കയിൽ നിന്ന് തട്ടിയെടുത്തു. അതായത് ADB വായ്പയൊക്കെ വളരെ കുറഞ്ഞ പലിശയുള്ള വായ്പയാണ്. അതിനേക്കാളും 4 ഇരട്ടി പലിശയാണ് ചൈനയുടെ ബ്ലേഡ് പലിശ. അതിൽ കടക്കണിയിലാക്കി, പാകിസ്ഥാനെ കടക്കണിയിലാക്കി, പിന്നെ ശ്രീലങ്കയെ കടക്കണിയിലാക്കി അവർ തുറമുഖം തന്നെ തട്ടിയെടുത്തു. അപ്പോൾ എന്നിട്ട് നമുക്ക് ചൈനയെ എന്ത് പ്രേമാണെന്നറിയോ? ഇപ്പോഴും CPMൻ്റെ പല ലഘുലേഖകളിലും കാണാം ചൈനയെ ഉപദ്രവിക്കുന്നു, ചൈനയ്ക്ക് വേണ്ടിയിട്ട്. ഈയിടെ ഞാൻ കണ്ട ഒരു വലിയൊരു കോമഡിയാണ്. വെള്ളാരംകുന്നിലെ പൊന്മുളം കാറ്റിനുള്ള ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ KPSCയുടെ പരിപാടി നടക്കുമ്പോൾ ഒരു പാട്ട് കേട്ടില്ലേ? വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. ഇത് എൻ്റെ കർണകടവര ശബ്ദത്തിൽ കേട്ടിട്ടാണ് ഇത്രയും പോരായത്. ഇത് KPSC സുലോചനയുടെ ഒക്കെ നാവിലൂടെ കേൾക്കുമ്പോൾ അതിഭയങ്കരമായ ഇഫക്റ്റാണ് ഉണ്ടാവുക. അതിനെ ഒരാളിരുന്ന് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. എന്താണ് ഇത്? നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ല ഇതിൻ്റെ അർത്ഥം എന്നിട്ട് അയാൾ പറയുകയാണ്. ഞാൻ വിചാരിച്ച ട്രോളാണെന്ന്. ഇയാൾ ശരിക്കും പറയാണ്,
എന്താണ് വെള്ളാരം കുന്നിൻ്റെ നാട്? ഹിമാലയമാണ് വെള്ളാരം കുന്ന്. അതിൻ്റെ അടുത്തുള്ള പൊന്മുളം എന്താണ്? പൊന്മുളം കാട് ഏതാണ്? ചൈനയാണ്. ചൈനയിൽ നിന്ന് വരുന്ന കാറ്റ് കാത്തിരിക്കുകയാണ് കേരളം. ഇവിടുത്തെ കരുമാടിക്കുട്ടന്മാർക്ക് ഊർജ്ജവുമായി ചൈനയുടെ കാറ്റ് വരികയാണെന്ന് 2025 പ്രസംഗിക്കുന്ന ആളുകളുള്ള നാടാണ്. എത്രമാത്രം ഭീകരമാണ് ചൈനീസ് അന്ധവിശ്വാസം എന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഇത് നമുക്കറിയുന്ന കാര്യമാണ്, ബസു പറഞ്ഞ ഹിസ്റ്റോറിക് ബ്ലണ്ടർ എന്ന്. ജ്യോതി ബസു തന്നെ പറഞ്ഞൊരു ഹിസ്റ്റോറിക് ബ്ലണ്ടർ. അതായത് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു സഹായം വെച്ച് കിട്ടിയാൽ വേണ്ടാന്ന് പറയുന്ന ആളുകളെ നമ്മൾ വിഡ്ഢികളെന്നല്ലേ പറയുള്ളൂ. ഞാനിപ്പോൾ ഒരാൾക്ക് 1,00,000 ഉറുപ്പിക തരാം, എനിക്ക് സാമ്പത്തിക സ്ഥിതി മോശമാണ്, എനിക്കിപ്പോൾ തൽക്കാലം ഒന്നും വേണ്ടാന്നൊക്കെ പറയുന്ന ആളുകളെയൊക്കെ നമ്മൾ എന്താ പറയുക? 96 ഒരു പ്രതിസന്ധി വന്നപ്പോൾ എല്ലാവരും കൂടി ജ്യോതി ബസുവിനെ പാർട്ടി സ്ഥാനാർത്ഥി, പ്രധാനമന്ത്രി സ്ഥാനത്ത് നിർദ്ദേശിച്ചു. അന്ന് പാർട്ടികളിൽ വലിയ പ്രശ്നമുണ്ടായി. സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടൊക്കെ ഒറ്റക്കെട്ട എതിർത്തു. ഹർകിഷൻ സിംഗ് സുർജിത്ത് മാത്രമാണ് ജ്യോതി ബസുവിന് വേണ്ടി ഇന്നത്. അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി. അവസാനം അദ്ദേഹം പറഞ്ഞു ഇത് ഹിസ്റ്റോറിക് ബ്ലണ്ടറാണ്. അത് ശരിയായി. എന്നെങ്കിലും ഒരിക്കൽ അധികാരം കിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യയിലൊന്നും ഇത്രയധികം വലതുപക്ഷ തീവ്രത വളരില്ലായിരുന്നു എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നോക്കൂ, ശരിക്കും ഒരു ബ്ലണ്ടറാണെന്ന് പറയുന്ന ഒരു സാധനം ബ്ലണ്ടറും ആയിരുന്നില്ല. അതായത് സിംഗൂര് നന്ദിഗ്രാമമാണ് ഈ ബംഗാളിൽ ഭരണമാറ്റം ഉണ്ടാക്കിയതാണ് എല്ലാവരും പൊതുവെ വിശ്വസിക്കുന്നത്. അത് തെറ്റായിരുന്നു. തൂണിലും തുരുമ്പിലും വരെ പാർട്ടിയെ തിരികെ കയറ്റി കംപ്ലീറ്റ് സാധനങ്ങളും. സോനാഗുച്ചി എന്ന് പറയുന്ന ഒരു വേശ്യാത്തെരുവുണ്ട്, ലൈംഗിക തൊഴിലാളികൾ തെരുവുണ്ട്. അവിടുന്ന് അവരുടെ വിയർപ്പിൽ നിന്ന് കിട്ടുന്ന പണം പോലും പാർട്ടി സെക്രട്ടറിക്ക്, പാർട്ടിയിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ബംഗാളിലുണ്ടായിരുന്നു. എല്ലായിടത്തും പാർട്ടി ഒഴിഞ്ഞു കയറുക. തെരുവിൽ 2 കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചിട്ട് അടിപിടി ഉണ്ടായാൽ ആ അടിപിടി തർക്കം പരിഹരിക്കുന്ന പാർട്ടി ഓഫീസിലാണ്. തൂണിലും തുരുമ്പിലും പാർട്ടി, സകല സ്ഥലത്തും പാർട്ടിക്കാരെ തിരികെ കയറ്റി. അങ്ങനെ ഉണ്ടായ ഒരു വലിയൊരു പ്രശ്നമാണ് ബംഗാളിൽ പൊട്ടിത്തെറിച്ചത്. അങ്ങനെ മാത്രമല്ല, പുസ്തകാധിഷ്ഠിതമായ അന്ധവിശ്വാസം കാരണം ജ്യോതി ബസു വ്യവസായങ്ങളൊന്നും കൊണ്ടുവന്നില്ല ബംഗാളിൽ. ബംഗാൾ വ്യവസായവുമായി വളരെ പുറകോട്ടടിച്ചു. ഇന്ന് പാവം ബുദ്ധദേവ് ഭട്ടാചാര്യയെ വെറുതെ കുറ്റം പറയാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ സിംഗൂരിലും നന്ദിഗ്രാമിലും വ്യവസായവൽക്കരിക്കാൻ തീരുമാനിച്ചു. അതിന് അദ്ദേഹം ചെയ്ത രീതി മാറിപ്പോയി. ആ കർഷകരെ വിശ്വാസത്തിലെടുത്തില്ല. കർഷകർക്ക് നല്ലൊരു പാക്കേജ് പ്രഖ്യാപിച്ച് അവർക്ക് അവിടെ തൊഴിൽ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ നടപ്പാവുകയാണെങ്കിൽ സിംഗൂരും നന്ദിഗ്രാമും നല്ല പ്രോജക്റ്റ് ആവുമായിരുന്നു. അത് അനിവാര്യതയായിരുന്നു സത്യത്തിൽ. പക്ഷേ ഇവർ വിശ്വസിക്കുന്നത് ഞങ്ങളെ ബംഗാളിൽ നിന്ന് തൂഴ്ത്തെറിഞ്ഞത് സിംഗൂരും നന്ദിഗ്രാമമാണെന്ന്. ഞാൻ നേരത്തെ ഒരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട് ബംഗാളിൽ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട്. അതിൽ വിശദമായി ഈ കാര്യം പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാം. അതൊരിക്കലും സിംഗൂരും നന്ദിഗ്രാമം കൊണ്ടല്ല. അവർ കഴിഞ്ഞ 30 വർഷക്കാലം നിരന്തരമായി കൊണ്ടുവന്ന ഭരണം, പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പാണ് അവരെ ഈ തകർച്ചയിലേക്ക് എത്തിച്ചത്. പിന്നെ ഇനി നമ്മൾ കേരളത്തിലേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഇവരെ മണ്ടത്തരങ്ങൾ മൊത്തം പറഞ്ഞാൽ നമ്മൾക്ക് 3 ദിവസം ഭാഗവത സപ്താഹം പോലെ ഇപ്പോൾ. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ എപ്പോഴും പറയുന്നൊരു സാധനമാണ് തൊഴിൽ തിന്നുന്ന ഭഗൻ എന്ന് പറഞ്ഞ് പണ്ടൊരു പുസ്തകം ഇറങ്ങി, കമ്പ്യൂട്ടറിനെതിരെ സമരം. അതായത് സാങ്കേതിക വിദ്യകളുടെ എന്നും ഇടതുപക്ഷികൾക്ക് പേടിയാണ്. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താ അറിയോ? ഇപ്പം സംഘികളും കൊങ്ങികളും ഒക്കെ തിളയ്ക്കുന്നൊരു സംഭവം നമ്മൾ കാണാം. നിങ്ങൾ കമ്പ്യൂട്ടറിന് സമരം ചെയ്തിട്ടില്ലേ? അവരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. CPM-ൻ്റെ ഒരു മുദ്രാവാക്യമായിരുന്നു തൊഴിലെത്തിക്കും കൈകളിൽ ആദ്യം, പിന്നീടാവും കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതേ സംഭവത്തിൽ കോൺഗ്രസിനും BJPക്കും ഒക്കെ പങ്കുണ്ട്. 1984 ദേശീയ കമ്പ്യൂട്ടർ വിരുദ്ധ വർഷമായി രാജ്യമെങ്ങും ആചരിച്ചത് BMS ആണ്. അന്നും BJPയുടെ ട്രേഡ് യൂണിയനായ BMS പല സ്ഥലത്തും കമ്പ്യൂട്ടർ തല്ലിപ്പൊട്ടിച്ചു. അവർ സ്വദേശി ജാഗരൺ മഞ്ച് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയിരുന്നു. ഇപ്പം മഞ്ച ഒന്നും കേൾക്കാനില്ല. മോഡി ഫുള്ള് ക്യാപിറ്റലിസ്റ്റ് ലൈനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സ്വദേശി ജാഗരൺ മഞ്ച് എവിടെ പോയി എന്നുള്ള കാര്യം പോലും അറിയില്ല. അതേപോലെ തന്നെ 98 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗം കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിനൊരു സമരം നടന്നിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഉമ്മൻചാണ്ടിയാണ്. അതായത് എല്ലാ പാർട്ടികളും കമ്പ്യൂട്ടർ വിരുദ്ധ സമരത്തിൽ ഒറ്റക്കെട്ടായിരുന്നു. പിന്നെ പ്രശ്നം എന്താണ്? ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊതുബോധമാണ് കേരളത്തിൻ്റെ പൊതുബോധം. അത് BJPക്കാരനും കഴിച്ചിലാവില്ല, മുസ്ലിം ലീഗുകാരനും കഴിച്ചിലാവില്ല. ഇടതുപക്ഷം ഒരു അന്ധവിശ്വാസം തൊടുത്തു വിട്ടാൽ അത് കേരളം തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതാണ് കേരളത്തിൻ്റെ അനുഭവം. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഡിജിറ്റൽ കറൻസിയെ തോമസ് ഐസക് പരിഹസിച്ച ഓർമ്മ ഉണ്ടോ? അത് മോഡി ഇതിൻ്റെ നോട്ട് നിരോധനം വലിയ വിട്ടിത്തായിരുന്നു. അതിനുശേഷം വന്ന ഡിജിറ്റൽ കറൻസി വന്നപ്പോൾ തോമസ് ഐസക് ചോദിക്കുകയാണ് ഇതൊക്കെ എന്തെങ്കിലും നടപ്പാവും? പിച്ചക്കാരും നോട്ടും മത്സ്യത്തൊഴിലാളികളും കടക്കാരും കച്ചവടക്കാരൊക്കെ QR കാർഡ് വെക്കുകയൊക്കെ പറഞ്ഞൊരു പ്രസംഗം തോമസ് ഐസക്കിന് ഞാൻ ഇന്നും ഓർമ്മയുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും QR കോഡായി, മത്സ്യത്തൊഴിലാളികൾ QR കോഡായി, അല്ലേ? എല്ലാവർക്കും QR കോഡ്. നമ്മൾ അങ്ങനെ സാങ്കേതിക വിദ്യകളെയും ഒക്കെ പരിശോധിക്കുന്നതിൽ വലിയ പരാജയമായിരുന്നു ഇടത് കക്ഷികൾ. അതിൻ്റെ കാരണം ഈ പുസ്തകം അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഫീഡ് ചെയ്ത് കൊടുത്ത മുതലാളിത്ത ഭീതി, കുത്തക ഭീതി, ആഗോള ഭീതി, സാങ്കേതിക വിദ്യയോടുള്ള ഭീതി, ഇങ്ങനെ ഒരു പേടിച്ച് ഈ കോട്ടപ്പള്ളി പ്രഭാകരൻ സന്ദേശ സിനിമയിൽ ഞെട്ടി വിറക്കുന്നുണ്ടല്ലേ? തിലകൻ അങ്ങോട്ട് നടന്നു വരുമ്പോൾ സന്ദേശത്തിലെ ശ്രീനിവാസൻ്റെ കഥാപാത്രം ഒറ്റ ഞെട്ടല. അയ്യോ അച്ഛനാണോ? ഞാൻ വിചാരിച്ചതോ കുത്തക മുതലാളിയാണെന്ന്. സത്യത്തിൽ ഞാനൊക്കെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഒരു സ്വയം വിമർശനം കൂടിയാണ്. ഇതിങ്ങനെ കേട്ട് വന്നാൽ ഈ ഞാൻ കാട്ടുകരാറിൻ്റെ സമയത്തൊക്കെ മൻമോഹൻ സിംഗിനെ കിട്ടിയാൽ വെടിവെച്ച് കൊല്ലാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു.
മൊത്തം നശിപ്പിക്കുകയാണ് ഇയാളെന്നാണ് പ്രചരണം. പക്ഷേ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചത് ചൈനയെ ഡങ് സിയാവോപിങ് രക്ഷിച്ച പോലെ നമ്മളെ മൻമോഹൻ സിംഗ് രക്ഷിക്കുകയാണ് ചെയ്തതെന്ന് വളരെ വൈകിയാണ് എനിക്കൊക്കെ മനസ്സിലായത്. പിന്നെ ഇതൊരു വായിക്കേണ്ട പുസ്തകമാണ്. ജി വിജയരാഘവൻ എന്ന് പറയുന്ന ടെക്നോ പാർക്കിൻ്റെ CEO ആയിരുന്ന അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ്. ഇപ്പോൾ ഇത് നെറ്റിലൊക്കെ കിട്ടും, ആമസോണിലൊക്കെ കിട്ടും. വിജയ വഴികൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിൽ അദ്ദേഹം എൻ്റെ ടെക്നോ പാർക്ക് സ്മരണകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ കേരളത്തിലെ അന്ധവിശ്വാസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ സീഗേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി വന്നു, വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി. അവർ പറഞ്ഞു ITI പാസ്സായ, എഞ്ചിനീയറിംഗ് അല്ല, ITI പാസ്സായ 5000 പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ തൊഴിൽ കൊടുക്കാം. പക്ഷെ ഒരു ഉറപ്പ് ഞങ്ങൾ കിട്ടണം, IT മേഖലയിൽ പണിമുടക്ക് ഉണ്ടാവരുത്. അന്ന് ആൻ്റണിയാണ് മുഖ്യമന്ത്രി. ആൻ്റണി സമ്മതിച്ചു. അപ്പോൾ നായനാരാണ് പാർട്ടി സെക്രട്ടറി. നായനാരെ പോയി കണ്ടു. നായനാരും എത്രയോ ഹൃദയവിശാലത ആളായിരുന്നു. നായനാരും സമ്മതിച്ചു. നായനാരപ്പം പറഞ്ഞു, നിങ്ങൾ VS പോയി കണ്ടേക്ക്, പ്രതിപക്ഷ നേതാവാണ് VS, ഒന്ന് കണ്ടേക്ക് പറഞ്ഞു. വിജയരാഘവൻ്റെ നേതൃത്വത്തിൽ ഈ സീഗേറ്റിൻ്റെ ഇൻ്റർനാഷണൽ പ്രതിനിധികൾ കേരളത്തിൽ വന്ന് VS കണ്ടു. എടുത്തേക്ക് VS നോ 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 എന്നാണ് പറയുന്നത്. പണിമുടക്കില്ലാത്ത ഒരു പ്രശ്നമില്ല, VS പ്രധാനം പണിമുടക്കാനുള്ള അവകാശം. അങ്ങനെ അവർ തിരിച്ചുപോയി. ഇവരെങ്ങോട്ടാണ് പോയത് അറിയോ? നേരെ ചൈനയിലേക്ക് പോയി. ചങ്കിലെ ചൈന അവരെ കൈ നീട്ടി സ്വീകരിച്ചു. ഇന്നും അവിടെ ഗംഭീരമായ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് കണ്ട ഒരു അന്ധവിശ്വാസത്തെക്കുറിച്ച് പറയാം. VS മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അന്ന് ഞങ്ങളൊക്കെ പത്രപ്രവർത്തകരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജോൺ ഹോപ്കിൻസ് സർവകലാശാല. ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ നമ്മുടെ മൂന്നാറിലൊരു ഓഫ് ക്യാമ്പസ് തുടങ്ങാമെന്ന് പറഞ്ഞു. എന്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്! ഇത്രയും വലിയൊരു ഭൂമി നമ്മൾ കൊടുത്താൽ മതി, അവർ ചെയ്തോളാം. അവർ ഓഫ് ക്യാമ്പസ് തുടങ്ങും. പ്രശ്നമായി, ആകെ കുത്തിത്തിരിപ്പായി. VS ആണെന്ന് മുഖ്യമന്ത്രി, അവരെ നമ്മൾ ഓടിച്ചു കളഞ്ഞു. ആലോചിച്ച് നോക്കൂ, ഇന്ന് ആ ഓഫ് ക്യാമ്പസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് മയോ ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യം വരികയായിരുന്നോ? കേരള മുഖ്യമന്ത്രിക്ക് രാജകീയ ചികിത്സ ഇവിടെ കിട്ടില്ലായിരുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല ഒരു സമാന്തര മയോ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ ജോൺ ഹോപ്കിൻസ് സർവകലാശാല? അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിൽ വന്നാൽ എന്താണ് ഉണ്ടാവുക? ഇത് പിണറായിയുടെ വ്യക്തിപരമായ പ്രശ്നമാണോ? അല്ല, അവിടെയാണ് ഞാൻ പുസ്തകജന്യമാണ്. ഇത് മാർക്സും ഏംഗൽസും എഴുതി വെച്ച സാധനത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന ഒരു മോശം കാര്യമാണ്. ക്യാപിറ്റലിസം ഒരു മോശമാണ്. ഇവരെ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്ന ചൂഷകരാണ്. ഈ ചിന്ത അങ്ങ് അടഞ്ഞു കൂടിയതിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പിണറായി വിജയൻ്റെ കാലത്തല്ല, VS മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നത്. ഇതാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമായി ഞാൻ കണക്കാക്കുന്നത്. ഈ തലക്കെട്ടിന് ഞാൻ DPPയും പുഷ്പനും TP ശ്രീനിവാസനും എന്നാണ് പേരിട്ട് കൊടുത്തത്. ബോധപൂർവം ചെയ്താണ്. ഈ DPP പദ്ധതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാനൊക്കെ അതിൻ്റെ വലിയൊരു പ്രചാരകനായിരുന്നു. എന്തായിരുന്നു അറിയോ പദ്ധതി? അതായത് ഇപ്പോൾ നേരത്തെ ഹരീഷ് തങ്കത്തിൻ്റെ പ്രസൻറ്റേഷനിലും പറഞ്ഞു കുട്ടികൾക്ക് അക്ഷരം എഴുതാൻ അറിയില്ല. ഒക്കെ ടീച്ചർമാർ അങ്ങനെയാണ് ഇപ്പോൾ പഠിപ്പിച്ചത്. ഈ DPPയിലൂടെ വന്നൊരു പ്രശ്നമാണ്. കാണാപ്പാടം പഠിക്കണ്ട, നമ്മൾ അത്യാവശ്യം അക്ഷരം മാത്രം അറിഞ്ഞാൽ മതി. അന്ന് പരിഷത്തടക്കമുള്ള സംഘടനകൾ അതിൻ്റെ വലിയ പ്രചാരകരായിരുന്നു. എന്നിട്ട് കുട്ടികൾ ബൈഹാർട്ടിംഗ് ഒക്കെ പറഞ്ഞാൽ വലിയൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. അതൊരു പരിധിവരെ വേണം. ഇതിന് പകരം DPP എന്ന് പറഞ്ഞൊരു പുതിയ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നു. ഇത് ഭയങ്കര വിപ്ലവമാണെന്ന് പറഞ്ഞു. അവസാനം എന്തായി? ദരിദ്രരായ പിള്ളേർ എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ എന്നുള്ളതായി DPPയുടെ ഫുൾ ഫോം എന്ന് വരെ വിമർശിക്കപ്പെട്ടു. അക്ഷരം അറിയാത്ത കുട്ടികൾ കേരളത്തിൽ പെരുകി. ഇന്നത്തെ കുട്ടികൾക്ക് അക്ഷരം എഴുതാറിയില്ല. ലേണിംഗ് പ്രോസസ്സാണ്. അക്ഷരങ്ങൾ എഴുതി പഠിക്കണം, ഓർമ്മിച്ചെടുക്കണം. ഗുണഘോഷം ബൈഹാർട്ട് ചെയ്യുന്നത് തെറ്റല്ല. ഇതൊക്കെ ആധുനിക ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ബൈഹാർട്ട് മാത്രമായി പോകുന്നതാണ് പ്രശ്നം. അതിന് പകരം തെറ്റായൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കി എല്ലാവരെയും A+ കൊടുത്ത് പാസ്സാക്കി അക്ഷരം അറിയാത്ത കുട്ടികൾ നമ്മുടെ നാട്ടിൽ പെരുകി. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ചുവപ്പൻ മണ്ടത്തരായിരുന്ന ശാസ്ത്രീയ കോളേജിൻ്റെ സമരം. ഞാനതിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. എന്തിനായിരുന്നു ഈ സമരം? ഞാൻ ഈ പുഷ്പൻ എൻ്റെ വ്യക്തിപരമായ സുഹൃത്തായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്തിരുന്നു. എന്തിനായിരുന്നു ഈ സമരം? ഞാൻ കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ ഞാൻ കുറച്ച് ഓവറായി പറഞ്ഞു പോകും. ഈ താഴെയുള്ള ചിത്രം 2016 ആഗോള വിദ്യാഭ്യാസ കോൺഫറൻസിന് നേതൃത്വം നൽകിയ TP ശ്രീനിവാസനെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ്. അതായത് എന്താ ശ്രീനിവാസൻ ചെയ്ത തെറ്റ്? ഒരു ആഗോള വിദ്യാഭ്യാസ കോൺഫറൻസ് നടത്തി. വിദേശ നിക്ഷേപം വിദ്യാഭ്യാസ മേഖലയിലാവാം. ഇപ്പോൾ അവർ നിലപാട് തിരുത്തി. പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം ആവാമെന്നാണ്. അപ്പോൾ നോക്കൂ, എന്തിനായിരുന്നു ഈ ഇത്രയും മനുഷ്യരെ ബലി കൊടുത്തതും, എന്തിനായിരുന്നു ഈ TP ശ്രീനിവാസനെ തല്ലിയതുമൊക്കെ? നമ്മൾ എത്രമാത്രം പുറകോട്ടടിച്ചു പോയി. ആകെ നമ്മൾ ജീവിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. ആ വിദ്യാഭ്യാസത്തിൽ മായം ചേർക്കുന്ന പറഞ്ഞാൽ കുടിവെള്ളത്തിൽ മായം ചേർക്കുന്ന പോലെ തെറ്റായ പ്രവൃത്തിയാണ്. അതാണ് ഇവിടുത്തെ ഇടതുപക്ഷം കുട പിടിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് ഞാൻ പറയുന്നത്, ഇത് വളരെ രസകരമായ ഈ ചിത്രത്തിൽ കാണുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ തന്നെയാണ് ഞാൻ ഈ കാണുന്നത്. അതായത് ഈ ചിത്രം കണ്ടില്ലേ നിങ്ങൾ? പ്രഭാകരൻ കോട്ടപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യനെ. അതായത് ഇത് വളരെ കാലം ട്രോളായൊരു സാധനമാണ്. ഇത് സത്യത്തിൽ ഒരു തെറ്റായ സാധനമായെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. ആ മാനസികാവസ്ഥയിലൂടെ വളർന്നു വന്ന എന്നെ സംബന്ധിച്ച് ഈ പ്രഭാകരൻ കോട്ടപ്പള്ളി ഒരു തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അന്നത്തെ ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. എന്തെല്ലാം സമരങ്ങളാണ് ഇവിടെ യാതൊരു കാരണമില്ലാതെ നടന്നറിയോ?
ഉദാരീകരണത്തിനും ഘാട്ട് കരാറിനെതിരെ എന്തെല്ലാം കള്ളക്കട അടിച്ചത്. ഞാൻ തന്നെ ഘാട്ടും കാണാച്ചരടും എന്ന് പറഞ്ഞൊരു റീലോഡഡ് എന്ന് പറഞ്ഞൊരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വീരേന്ദ്രകുമാറിൻ്റെ പുസ്തകം വായിച്ചാൽ നമുക്ക് അന്നത്തെ കാലത്ത് ആത്മഹത്യ ചെയ്യാൻ തോന്നും. ഘാട്ട് കരാർ ഇങ്ങോട്ട് വരുന്നതോടെ സകല തീരെയാണ്. ഇഞ്ചി നുള്ളാൻ പറ്റില്ല, തുളസി നുള്ളാൻ പറ്റില്ല, നമ്മുടെ ചൂല് വിദേശ രാജ്യത്ത് നിന്ന് വരും, പശുവിനെ കറക്കാൻ പറ്റില്ല, സിനിമ കാണാൻ പറ്റില്ല. ഇങ്ങനെ അങ്ങോട്ട് സകല മേഖലയിലും ഘാട്ട് കരാർ വന്നിട്ട് നമ്മളാകെ തീരുമെന്നുള്ളതായിരുന്നു ഇവിടുത്തെ പ്രചരണം. ആ കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, 2-3 ചെറുപ്പക്കാർ എൻ്റെ സുഹൃത്തുക്കൾ ആത്മഹത്യയൊക്കെ ചെയ്തിരുന്നു. കാരണം ബാബരി മസ്ജിദ് തകർന്നൊരു കാലം ഇയാൾ ഉദാരീകരണം കൊണ്ടുവന്നു. ലോകം മുഴുവൻ തൊഴിലില്ലായ്മയും അസംതൃപ്തിയിലേക്കും പോവുകയാണെന്നുള്ള ആ ഒരു പേടി കൊണ്ട് ആത്മഹത്യ ചെയ്ത ആളുകൾ വരെ ഉണ്ട്. പക്ഷെ സത്യത്തിൽ അതായിരുന്നില്ല. മനുഷ്യൻ്റെ പരിണാമ ചരിത്രത്തിലെ ഏറ്റവും സമാധാനപരമായ കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും സമ്മതിക്കില്ല. അമേരിക്ക കത്തുന്നു, ക്യൂബ കത്തുന്നു എന്ന് പറഞ്ഞ് കുത്തിരിക്കുക. മനുഷ്യൻ്റെ പരിണാമ ചരിത്രത്തിലെ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും സമാധാനപരമായ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സമരമായിരുന്നു GPS-നെതിരെ സമരം നടത്തി. അതായത് നമ്മൾ ഗൂഗിൾ മാപ്പിനെതിരെ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഓരോ സഖാവും GPS ഇട്ട് പോകുമ്പോൾ തല കുനിഞ്ഞു പോകണം. അതായത് GPS എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ മാറ്റമാണ് നാട്ടിലുണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്നും ഇങ്ങോട്ട് വന്നത് GPS-നാണ്. അപ്പോൾ ADB വായ്പ വാങ്ങേണ്ട കാലത്ത് നെതർലൻഡ്സിൽ നിന്ന് ഗൂഗിൾ മാപ്പിൻ്റെ ഒരു സംഘം കോഴിക്കോടൊക്കെ വന്നിരുന്നു. കൊല്ലത്ത് അവരെ തടഞ്ഞു, കോഴിക്കോട് അവരെ ഞങ്ങളൊക്കെ തടയുകയത്. ആലോചിച്ച് നോക്കണം. അതായത് നമ്മൾ സൗജന്യമായൊരു സാധനം തരുന്നതിന് എന്തൊക്കെ അവർ പറഞ്ഞ് പരത്തിയാൽ അറിയോ? അതായത് നമ്മുടെ വിഭവ ഭൂപടം കൊള്ളയടിക്കും, നമ്മുടെ മുഴുവൻ കാര്യങ്ങൾ ഡാറ്റ അങ്ങോട്ടായി പോകും, ആ ഡാറ്റ മുഴുവൻ സായിപ്പ് ലേലം ചെയ്ത് വിൽക്കും, അങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ അങ്ങോട്ട് ഇറക്കുമതി ചെയ്തു തരും, എന്നിട്ട് നമ്മളെ കടക്കണിയിലാക്കും. എന്തെല്ലാം കള്ളക്കഥകളാണ് ഇവർ പ്രചരിപ്പിച്ചതെന്നറിയോ? വേറൊരു കള്ളക്കഥ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, നമുക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ 91 കാലത്ത് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് ഏറ്റവും ഭയങ്കര പ്രശ്നമായിരുന്നു ചന്ദ്രശേഖരൻ്റെ സ്വർണം പണയം വെച്ച്. സന്ദേശ സിനിമയിൽ പറയുന്നുണ്ട്, രാജ്യം ശ്രീലങ്കയ്ക്ക് സമാനമായി വിദേശ കരുതൽ ശേഖരം കുറഞ്ഞപ്പോൾ നമ്മൾ വിദേശ ബാങ്കുകളിൽ ഇന്ത്യയുടെ സ്വർണം പണയം വെച്ചിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കര വിഷയമായി കൊണ്ടുവരുന്ന. പക്ഷേ ആ സ്വർണം നമ്മൾ തിരിച്ചെടുത്തു. അത് മാത്രം അവർ പറയില്ല. വൈകാതെ നമ്മൾ ആ സ്വർണ്ണം പണയം തിരിച്ചെടുത്തു. ഇന്നും ഇന്ത്യക്ക് വായ്പ ഉണ്ട്. ഒരുപാട് വിദേശ കടങ്ങളുണ്ട് ഇന്ത്യക്ക്, അമേരിക്കയ്ക്കും ഉണ്ട്, ലോകത്തിലെ എല്ലാ രാജ്യത്തിനും വിദേശ കടങ്ങളുണ്ട്. ഇന്ത്യക്ക് ആസ്തിയുണ്ട്. ഇന്ത്യ വളരുന്നൊരു രാജ്യമാണ്. ഇന്ത്യ ഇന്ന് വളരുന്ന ഒരു 5ാമത്തെ സാമ്പത്തിക ശക്തിയെ പുരോഗമിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ മാതിരി അല്ല കാര്യങ്ങളൊന്നും സംഭവിച്ചത്. പിന്നെ ഈ അനാവശ്യ സമരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എക്സ്പ്രസ് വേ മുതൽ ഗെയിൽ ദേശീയപാത വരെ നീണ്ട സമരമുണ്ട്. ഈ ഗെയിൽ ഇന്നിപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നടന്നു എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പും അതിനെതിരെ പല നുണപ്രചരണങ്ങളും കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയിരുന്നു. ദേശീയപാത സമരത്തിൽ ആളുകളെ ഇളക്കി വിട്ടിരുന്നു. ഇപ്പോൾ ദേശീയപാത കണ്ടില്ലേ, ഗംഭീരമായിട്ട് ഞങ്ങളുടെ നാടായ മുക്കത്തൊക്കെ നടുറോട്ടിൽ ഇരുന്നിട്ട് നിസ്കാരമൊക്കെ നടത്തിയിരുന്നു ദേശീയപാതയ്ക്കെതിരെ. ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കുറിച്ചുള്ള ഒരു അനുഭവം പറയുന്നുണ്ട്. തീരെ ചിരിക്കാത്ത മൻമോഹൻ സിംഗ് ഒരിക്കൽ പൊട്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി കണ്ടുവന്ന്. മൻമോഹൻ സിംഗ് പൊതുവെ ചിരിക്കാറില്ലല്ലോ. അപ്പോൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ എന്താ സംഭവം, എല്ലാ സംസ്ഥാനങ്ങളും 45 മീറ്റർ ദേശീയപാത വേണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ കേരളം മാത്രം പറയുന്നത് ഞങ്ങൾക്ക് 30 മീറ്റർ മതി, അതിലും കുറച്ച് ആക്കാണ് അത്രയും നന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ മൻമോഹൻ സിംഗിനെ വന്ന് കണ്ട്, കേരളത്തിൽ നിന്നുള്ള MP-മാരും MLA-മാരും എല്ലാം കൂടി ചേർന്ന് മൻമോഹൻ സിംഗിനെ കണ്ട് നിവേദനം നൽകിയെന്ന്. ആ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളുടെ പോക്ക്. പിന്നെ ഈ ഒരു അതിമാർക്സിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതായത് നക്സൽ ചായുള്ള കുറച്ച് മാർക്സിസ്റ്റുകൾ. അതും ഇതിൻ്റെ ഒരു വകഭേദമാണ്. മാർക്സിസത്തിൻ്റെ ഒരു വികസിത രൂപമാണ് മാവോയിസം എന്ന് പറയുക. നക്സലിസമൊക്കെ ഇതിൻ്റെ അന്ന് വരുന്ന സാധനമാണല്ലോ. അവർ ഈ ആധാറിനെയും മൊബൈൽ ടവറിനെയും ഒക്കെ എതിർത്ത ആളുകളാണ്. ഞാൻ സ്വയം കുറ്റസമ്മതം നടത്തുന്നു. ഞാൻ മാധ്യമ പത്രത്തിൻ്റെ ലേഖനായിരുന്നപ്പോൾ നിരവധി തവണ ഞാൻ ഈ മൊബൈൽ ടവറിനെതിരെ വാർത്ത എഴുതിയിട്ടുണ്ട്. എനിക്കിന്ന് ആലോചിക്കുമ്പോൾ വാർത്ത കാണുമ്പോൾ എനിക്ക് ലജ്ജ കൊണ്ട് ഞാൻ തല കുനിഞ്ഞു പോവുകയാണ്. മൊബൈൽ ടവറുകൾ ആപത്താണ് രാജ്യത്ത്, മൊബൈൽ ടവറുകൾ വമ്പൻ റേഡിയേഷനാണെന്ന്. അന്നൊന്നും എസൻസ് ഗ്ലോബൽ പോലുള്ള ഒരു സംഘടനയും ഇത് തെറ്റാണെന്ന് പറഞ്ഞില്ല. ഇത് മാത്രമല്ല, എൻഡോസൾഫാൻ വിഷമാണെന്നൊക്കെ നമ്മൾ ആയിരക്കണക്കിന് തവണ എഴുതിയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ആധാർ വന്നപ്പോൾ പ്രകാശ് കാരാട്ടിൻ്റെ ലേഖനം, ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത് സ്വകാര്യതയ്ക്കുള്ള ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശ് കാരാട്ടിൻ്റെ വലിയൊരു ലേഖനം വന്നിരുന്നു. ഇത് കണ്ടിട്ട് നമ്മൾ പലരും ആധാർ എടുക്കാതെ വന്നിരുന്നു. ഇന്ന് ആധാറില്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? അതേപോലെ ഈ അതിവിപ്ലവകാരികൾ കൂടംകുളം സമരത്തിനോട് CPM ഒക്കെ എതിരായിരുന്നു. കൂടംകുളം ആണവ നിലയം വേണം തന്നെയായിരുന്നു അവർ പറഞ്ഞത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഈ അതിവിപ്ലവകാരികൾ എന്ന് പറയുന്ന ഇതിലെ ആഴ്വാന്തര വിഭാഗം ഉണ്ടല്ലോ, കൂടിയ സൈസ്, അവരൊക്കെ കൂടംകുളം ആണവ നിലയത്തിന് കടുത്തെതിരായിരുന്നു. മീൻ ചത്തുപോകുന്നാണ് പറയുന്നത്. എന്തൊക്കെ പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? കൂടംകുളം ആണവ നിലയം അവിടെ വന്നാൽ മത്സ്യസമ്പത്ത് കുറയുന്നു. കടൽ എവിടെ കിടക്കുന്നു? കടലിൻ്റെ മത്സ്യസമ്പത്തും കൂടംകുളം ആണവ നിലയവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പക്ഷേ ഈ വിട്ടിത്തൊക്കെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് ഇവർ കേട്ട് വളരുന്നത്.
ഈ പറയുന്ന ചെടി വിത്ത് എന്നൊക്കെ പറയുന്ന നെഗേഷൻ നിഷേധത്തിൻ്റെ നിഷേധം അത് ഇത് എന്ന് പറയുന്ന കോപ്പറേറ്റീവ് സാഹിത്യം മുഴുവൻ തലേ കയറ്റി വന്ന ഒരു അന്ധവിശ്വാസി അവൻ എന്നിട്ട് വിമർശിക്കുന്നത് ആരെയാണ്? അവൻ കുംഭമേളയ്ക്ക് പോകുന്നവരെ വിമർശിക്കുകയാണ്. സ്വയം ഒരു ഒന്നാന്തര അന്ധവിശ്വാസി ഇരുന്നുകൊണ്ട് രാജ്യത്തെ പുറകോട്ടടിപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവൻ കുംഭമേളയ്ക്ക് നഗ്നസന്യാസികളെ വിമർശിക്കുന്നു, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി വിമർശിക്കുന്നു, പൊങ്കാലെഴുന്നതിനെ വിമർശിക്കുന്നു. അവന് മതത്തിൻ്റെ അന്ധവിശ്വാസത്തിൽ നിന്ന് മാത്രമേ മോചനമുള്ളൂ. സാമ്പത്തിക അന്ധവിശ്വാസത്തും കൂടെ മോചനം നേടുമ്പോഴാണ് യഥാർത്ഥ സ്വതന്ത്രചിന്തകനാവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഗീതാ ഗോപിനാഥിൻ്റെ ഒരു ദുരനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ണൂരിൽ നിന്ന് പഠിച്ച് വളർന്ന് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് വരെ ആളായാണ് ഗീതാ ഗോപിനാഥ് എന്ന പെൺകുട്ടി. അവർ ഇന്ന് പാകിസ്ഥാനെ എങ്ങനെ സാമ്പത്തിക കണിയിൽ നിന്ന് രക്ഷിക്കാം എന്ന് പഠിക്കുന്നത് അവരാണ്. ആ ഗീതാ ഗോപിനാഥ് നമ്മുടെ രാജ്യത്ത് സൗജന്യമായി നിയമോപദേശം നൽകാം, നിയമോപദേശമല്ല, സൗജന്യമായി നമ്മുടെ സർക്കാരിന് അഡ്വൈസ് നൽകാം സാമ്പത്തിക കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വന്നപ്പോൾ എന്തൊരു ബഹളമാണ് ഇവിടെ ഉണ്ടാക്കിയത്. IMFൻ്റെ ആളിൻ്റെ ഉപദേശവും. ഇവർ വിചാരം എന്താണ്? IMF ലോകബാങ്കൊക്കെ കൊള്ളയടിക്കാരാണെന്നാണ്. അങ്ങനെയല്ല. അപ്പോൾ അതൊക്കെ വിശദമായി നമ്മൾ പിന്നീടൊരു അവസരത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗീതാ ഗോപിനാഥിനെയൊക്കെ ഓടിക്കാനുള്ള ആ മനസ്ഥിതി, സ്വന്തം രാജ്യത്തേക്ക് സൗജന്യമായി സേവനം ചെയ്യാൻ ADBയുടെ വൈസ് പ്രസിഡൻ്റായ ഒരു പെൺകുട്ടി വരുമ്പോൾ അവരൊക്കെ പുറങ്കാല് കൊണ്ട് തൊഴിക്കാനുള്ള മനോഭാവം എവിടുന്നാണ് വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇപ്പോൾ അവസാനത്തെ സംഭവം നമുക്ക് ഓർമ്മ ഉണ്ടാവും. സീപ്ലെയിൻ എന്ന് പറയുന്നൊരു സംഭവം എന്തൊരു കഷ്ടമാണ് നോക്കണം. 11 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി 2013 മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 15 കോടി ചെലവിട്ടാണ് സീപ്ലെയിൻ കൊണ്ടുവന്നത്. എന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്ത് സർക്കാർ പിന്മാറേണ്ടി വന്നു. ഇടത് സംഘടനകളും BJPക്കാരും എല്ലാവരും കൂടി ഒന്നിച്ച് പ്രശ്നം ഉണ്ടാക്കി. മത്സ്യസമ്പത്ത് കുറയുന്ന ഈ സീപ്ലെയിൻ എന്ന് പറയുന്ന സാധനം പോയാൽ എന്താണ് സംഭവിക്കുക? ഇങ്ങനെ ശാസ്ത്രത്തെ തീർത്തും വികലമായി അവതരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്ര അന്ധവിശ്വാസങ്ങൾ തള്ളിക്കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ജീവിതമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസികളായ ഒരു കൂട്ടം മനുഷ്യർ മറ്റൊരു അന്ധവിശ്വാസികളെ കളിയാക്കുന്നത് പോലെയാണ് കേരളത്തിലെ പൊതുജീവിതം എന്നാണ് പറയാനുള്ളത്. അവസാനമായി ഞാൻ ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. കമ്മ്യൂണിസം കൊണ്ട് രക്ഷപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് ഒന്നുകൂടി ഞാൻ ചുരുക്കി പറയുന്നു. ഒരു രാജ്യം പോട്ടെ, ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറയാമോ? ഒരു സംസ്ഥാനം പോട്ടെ, ഒരു പഞ്ചായത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കമ്മ്യൂണിസം ഒരു സ്ഥലത്ത് വന്നാൽ അത് ഇസ്ലാം പോലെ അപകടകരമാണ്. യഥാർത്ഥ കമ്മ്യൂണിസം നിങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ നടക്കുന്നത് എന്താണ്? CPM അടക്കമുള്ള പാർട്ടികൾ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന ടെംപ്ലേറ്റിലേക്ക് മാറ്റി അവരുടെ താൽക്കാലിക പദ്ധതിയാണത് ജനകീയ ജനാധിപത്യ വിപ്ലവം. അതുകൊണ്ടാണ് അവർ ജനാധിപത്യത്തെ അംഗീകരിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർ ജനാധിപത്യ വിരുദ്ധരാണ്. അവർ ജനാധിപത്യത്തിലല്ല വിശ്വസിക്കുന്നത്, അവർ തൊഴിലാളി വർഗ സർവാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഭരണകൂടത്തെ പിടിക്കാനുള്ള പദ്ധതിയാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ വന്ന ചെറിയ ഒരു പരിപാടിയാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം. അത് ഒരു മാനദണ്ഡമാക്കി എടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത് ചൈനയിലാണെങ്കിൽ എന്താ പറ്റുക അറിയോ? ഈ പ്രഭാഷണം കഴിഞ്ഞ് അങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങോട്ട് വാ മോനെയാണ് 2 മുട്ട് വരും. ഈ ചൈനയിലെ ഏറ്റവും വലിയ പ്രശ്നം രാത്രി വാതിൽ വന്ന് മുട്ട് കഴിയുക. രഹസ്യ പോലീസ് വിളിക്കും, വാ പോവുക. പിന്നെ അയാളെ കുറിച്ചൊരു വിവരമില്ല. അടുത്ത ആഴ്ച എസൻസ് ഗ്ലോബൽ പ്രസിഡന്റിൻ്റെ ഒരു പ്രസ്താവന വരും, ഞങ്ങളെ പ്രഭാഷകനെ കാണാനില്ല. ഒരു പിടിയും കിട്ടൂലേ. ഭസ്മീകരിച്ച് കളയാണ് ചൈന ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ആലിബാബ എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷൻ ജാക്ക് മാ, അദ്ദേഹം ഷീ ജിൻപിങ്ങിനെ ഒന്ന് വിമർശിച്ചു പോയി. എന്തോ ഒരു കാര്യത്തിന് ഷീ ജിൻപിങ്ങിനെ വിമർശിച്ചു പോയി, ചൈനീസ് പ്രസിഡന്റിനെ. അയാൾ ഇന്ന് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. വുഹാനിൽ ആദ്യമായി കോവിഡ് വന്നപ്പോൾ ഒരു മനുഷ്യസ്നേഹിയെ ഡോക്ടർ റിപ്പോർട്ട് ചെയ്തു, ഇത് പകരുന്ന രോഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ ചൈന ഇത് മറച്ചു വെച്ചു. ഇന്നും ചൈന കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഈ അർത്ഥത്തിലാട്ടോ. അവരത് മറച്ചു വെച്ചു. അതിന് പകരം ഹഗ് എ ചൈനീസ് എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ തുടങ്ങി. അതായത് ചൈനക്കാരനല്ല, അയ്യോ നമ്മൾ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന മാതിരി ഞങ്ങളെ ഉപദ്രവിക്കുന്നേ എന്ന് പറഞ്ഞ ചൈന ഫോബിയ പരത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഹഗ് എ ചൈനീസ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ തുടങ്ങി. പാവപ്പെട്ട യൂറോപ്യൻകാരൊക്കെ ചൈനക്കാരനെ കെട്ടിപ്പിടിച്ച് കോവിഡ് വാങ്ങി മരിച്ച്. ഇവർ ഇത് പുറത്തു വിട്ടിട്ടില്ല. എത്ര കാലം കഴിഞ്ഞിട്ടാണ് ചൈന പുറത്തു വിടുന്നത് നോക്കണം. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത ഡോക്ടറുടെ വാതിൽ രാത്രി മുട്ടി, വാ മോനെ ഒരു നന്നു പോന്ന് ആ ഡോക്ടർ ബാഷ്പായി പോയി. കാരണം അവർക്ക് പ്രശ്നമില്ല. കമ്മ്യൂണിസത്തിൽ വ്യക്തികൾക്ക് യാതൊരു വിലയില്ല, പാർട്ടിക്കാണ് അവിടെ പ്രശ്നം. ആൾ മാറിപ്പോയാലും പാർട്ടി, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു രീതി കണ്ടില്ല, ഒരുത്തനെ വെട്ടാൻ തീരുമാനിച്ച ആൾ മാറിപ്പോയാലും പാർട്ടി തീരുമാനം നടപ്പാക്കണം. ഞാൻ രസകരമായി ഓർക്കുന്നൊരു കാര്യം, ഞാൻ മാധ്യമം പത്രത്തിൻ്റെ റിപ്പോർട്ടറായി കോഴിക്കോട് ജോലി ചെയ്യുന്ന സമയത്ത് ആണ് നമ്മൾ കോഴിക്കോട് സ്റ്റേഡിയം പുനരുദ്ധരിക്കുന്നത്, കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞത് അതിന് ഒളിമ്പ്യൻ അബ്ദുറഹിമാൻ, കോഴിക്കോടിൻ്റെ ഐക്കണായ ഒളിമ്പ്യൻ അബ്ദുറഹിമാൻ്റെ പേരിടണമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഇവർ അതിന് പേരിട്ടത് EMS സ്റ്റേഡിയം എന്നാണ്. ഇന്നും അതിൻ്റെ പേര് EMS സ്റ്റേഡിയം എന്നാണ്. അപ്പോൾ നമ്മളൊരു പ്രമുഖ നേതാവിനെ വിളിച്ച് പറഞ്ഞു,
ഇതെന്താണ് EMS എത്ര വേണം സ്റ്റേഡിയങ്ങളില്ലേ, എത്ര വേണം? EMS ഒരു കളിക്കാരനല്ലല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് സ്മാരകങ്ങളില്ലേ. ഇത് നിങ്ങൾ ഒളിമ്പ്യൻ അബ്ദുറഹിമാൻ്റെ പേര് കൊടുക്കുക പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അയ്യോ നിങ്ങളൊരു ആഴ്ച മുമ്പ് വിളിക്കണമെന്ന് നമ്മൾ പാർട്ടി തീരുമാനിച്ചു പോയി, പാർട്ടി തീരുമാനം നമുക്ക് മാറ്റാൻ പറ്റൂല. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ പൂച്ചയെ കൊല്ലുന്നതായാലും മൂട്ടയെ കൊല്ലുന്നതായാലും കുരുവിയെ കൊല്ലുന്നതായാലും ഈ പ്രത്യയശാസ്ത്ര അന്ധതയെ അഡ്രസ്സ് ചെയ്യാൻ സ്വതന്ത്ര ചിന്തകർക്ക് പോലും മുട്ടുപിറക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നോക്കുക, ഈ ഞാൻ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഒരു സ്ലൈഡ് കാണിച്ചുകൊണ്ടാണ്. ഇത് അവസാനിക്കുന്നത് എന്താ അറിയോ? ആൻറ്റി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ് ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ ഒരു സാധനം എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ പദാനുപദമായി ഗണ്ണിക്കുകയാണ്. അതിലുള്ള ഓരോ വരിക്കും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവന് വിലയുണ്ടെന്നാണ് അവർ പറയുന്നത്. ആ പ്രത്യയശാസ്ത്ര അന്ധവിശ്വാസം തലയിൽ കയറിയുകൊണ്ടാണ് പല മനുഷ്യരും കൊല്ലപ്പെടുന്നത്. അപ്പോൾ മതാന്ധവിശ്വാസങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന പോലെ തന്നെ അതിശക്തമായി സാമ്പത്തിക അന്ധവിശ്വാസത്തിനെതിരെയും പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനൊരു അവസരം തന്ന എസൻസ് ഗ്ലോബലിന് എന്തായാലും നന്ദി പറയുകയാണ്. കാരണം മുമ്പൊരു അവസരത്തിൽ ഒരു സ്വതന്ത്ര ചിന്തകർ എന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രൂപ്പിൻ്റെ വേദിയിൽ ഞാൻ പോയി ഒരു കമ്മ്യൂണിസ്റ്റ് വിമർശനം നടത്തിയതിന് ആ വേദിയിൽ എന്നോട് നന്ദി പറയാൻ പോലും തയ്യാറായില്ല. അത്രയൊരു വേദിയിൽ നിങ്ങൾ എന്തിനിതിവിടെ പറഞ്ഞു എന്നാണ് ചോദിച്ചത്. അപ്പോൾ എസൻസ് ഗ്ലോബൽ എന്ന സംഘടനയുടെ പ്രസക്തി നമ്മൾ ഹോമിയോപ്പതിയെയും ജൈവകൃഷിയെയും ആയുർവേദത്തെയും അശാസ്ത്രീയമായ എല്ലാ പാക്കേജിനെയും എതിർക്കുന്ന പോലെ തന്നെ നമ്മൾ കമ്മ്യൂണിസം എന്നുള്ള അന്ധവിശ്വാസ പദ്ധതിയെയും എതിർക്കുന്നു എന്നുള്ളതാണ്. താങ്ക് യു. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം തെറ്റാവുന്നത് എങ്ങനെയെന്നൊന്ന് വിശദീകരിക്കുമ്പോൾ നമ്മളെ രവിചന്ദ്രൻ സാറ് തന്നെ വീഡിയോകൾ ഇഷ്ടംപോലെ ഉണ്ട്. വൈരുദ്ധ്യങ്ങളായിട്ട് കാണുക എന്ന് പറയുന്നത് മതാധിഷ്ഠിതമായ യുക്തിയാണ്. ഭൂമിയിലുള്ള എല്ലാ സാധനവും വൈരുദ്ധ്യമാണെന്ന് എങ്ങനെ പറയും? അപ്പോൾ അതിന് മാർക്സ് പറഞ്ഞ ഉദാഹരണം പോസിറ്റീവും നെഗറ്റീവുമാണ്. പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പിന്നീട് ഗവേഷണം വന്നല്ലോ, പോസിട്രോൺ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജിൽ ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ രണ്ടായി കാണുന്നത്, മൂന്നായി കാണുന്നത്, പഞ്ചഭൂതമായി കാണുന്നത്, അങ്ങനെ ലോകത്ത് പല മതാധിഷ്ഠിത യുക്തികളുണ്ട്. അതിലൊന്നേ ഉള്ളൂ, നെറ്റിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താലുള്ളൂ. ചൈനയിൽ നിന്ന് സോഷ്യലിസമാണോ ക്യാപിറ്റലിസമാണോ, കേന്ദ്രീകൃത ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണോ ചൈന വികസിത രാജ്യമായി മാറിയത്? ചൈനയിൽ നിന്ന് സോഷ്യലിസം അല്ല, ക്യാപിറ്റലിസമാണ്. ചൈന അതിന് റെഡ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ ചൈനീസ് സോഷ്യലിസം എന്നാണ് പറയുന്നത്. ക്യാപിറ്റലിസമാണ് ചൈന ചെയ്യുന്നത്. പുറമെ നിന്നുള്ള എല്ലാ കമ്പനികളെയും ചൈന സ്വാഗതം ചെയ്യാണ്. അവർ വരുന്നു, കച്ചവടം നടത്തുന്നു, അവർ ലാഭം ഉണ്ടാക്കുന്നു, തൊഴിൽ കിട്ടുന്നു. അതിൻ്റെ പേരാണ് ക്യാപിറ്റലിസം എന്നുള്ളത്. കേന്ദ്രീകൃത ഭരണവ്യവസ്ഥ ഇപ്പം വളരെ കുറഞ്ഞ സ്ഥലത്തെ ചൈനയിലുള്ളൂ. പൊതുഗതാഗതം, ആരോഗ്യം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ. ബാക്കി നിങ്ങൾക്ക് സന്തോഷ് ജോർജ് കുളങ്ങരേൻ്റെയൊക്കെ വീഡിയോയിൽ പറയാം. ചൈനയിൽ നിങ്ങൾ ഭരണകൂടത്തെ വിമർശിച്ചില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. സുഖമായി വരാം, കച്ചവടം ചെയ്യാം, വ്യാപാരം ചെയ്യാം, നല്ല ലാഭം ഉണ്ടാക്കി മടങ്ങിപ്പോവാം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ ഷീ ജിൻപിങ് കള്ളനാണൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടാൽ വിവരം അറിയും. അത്രയേ ഉള്ളൂ. അടുത്തത് DPP പദ്ധതി വരുന്നതുവരെ പഠിപ്പിക്കൽ എന്ന ക്ലാസ് മുറിയിൽ നിന്നുകൊണ്ടുള്ള അധ്യാപന പ്രസംഗമായിരുന്നു. എന്നാൽ ഇത് അധ്യാപകൻ മാങ്ങയെ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ രുചിയും മണവും അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെ പറച്ചിലാണ്. നമ്മൾ DPP ഒക്കെ എത്രയോ കണ്ടതാണ്. മാങ്ങയുടെ മണോ രുചിയോ എന്നല്ല, അവിടെ അതോടെ വിദ്യാഭ്യാസ സമ്പ്രദായം കുളമായി പോവുകയാണ്. ഇത് അങ്ങനെ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ മാവോ ചെയ്തോളെ പെട്ടെന്ന് അങ്ങ് നടപ്പാക്കല്ലേ വേണ്ട. അതിന് അധ്യാപകരെ ട്രെയിൻ ചെയ്തെടുക്കണം, ആ രീതിയിലേക്ക് കൊണ്ടുവരണം. ഫലത്തിൽ എൻ്റെയൊക്കെ നേരിട്ടുള്ള അനുഭവത്തിൽ ഇത് യാതൊരു അക്ഷരം എഴുതാൻ അറിയാത്ത കുട്ടികളെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ രണ്ടും വേണം നമുക്ക്. കാണാപ്പാഠം പഠിപ്പിക്കൽ മാത്രമല്ലാതെ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും അങ്ങോട്ട് നമ്മൾ എഴുതണ്ട, വായിക്കണ്ട, നമ്മൾ പഠിതാവിനെ കേന്ദ്രീകരിച്ച പാഠ്യപദ്ധതി എന്നൊക്കെയാണ് പറഞ്ഞുണ്ടാക്കി. അങ്ങനെ വരേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു എന്നാണ് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഉണ്ട്. ഒന്ന് മതമാണെന്ന് പ്രത്യയശാസ്ത്ര അന്ധവിശ്വാസങ്ങളുള്ള വ്യത്യാസമുണ്ട്. രണ്ടും ഫലത്തിൽ പ്രവർത്തിക്കുന്ന ഡിക്റ്റേറ്റർഷിപ്പിലാണ്. ഈ രണ്ട് സാധനവും സമഗ്രാധിപത്യമാണ്. രണ്ട് സാധനവും ഫുൾ ഓപ്ഷനിൽ നടപ്പായാൽ ആ സ്ഥലത്തൊരു പുല്ല് പോലും മുളയ്ക്കില്ല. ഫുൾ ഓപ്ഷൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ താലിബാനാണ്. ഈ ഫുൾ ഓപ്ഷൻ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബയാണ്, പോൾപോട്ടാണ്, സ്റ്റാലിനാണ്. ഫുൾ ഓപ്ഷൻ ഇല്ലാതെ വെള്ളം ചേർത്ത് നടപ്പാക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ യോഗം ചേർന്ന് സമാധാനം ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നല്ല പേടിയുണ്ട് കേട്ടോ. ഒരു ഓളത്തെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. സ്വതന്ത്ര സമൂഹങ്ങളുടെ സ്വയം നിർണയാവകാശത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിച്ചു. USSRൻ്റെ ഭരണഘടന വേറിട്ട് പോകാനുള്ള അവകാശം അംഗീകരിച്ചു. തൽഫലമായി റഷ്യയിൽ ജനാധിപത്യം വന്നപ്പോൾ രാജ്യങ്ങൾ ഓരോന്നും വേറെ. ജാതിയുടെ മതത്തിൻ്റെയും വംശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി സമൂഹങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യയിൽ USSRൻ്റെ ഗതി ഇവിടെ സംഭവിക്കില്ല. USSR കൃത്യമായി യോജിപ്പിക്കരുത്. ഇത് സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് USSR എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലെ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രിട്ടീഷുകാരുണ്ടാക്കി തന്ന ഇന്ത്യ എന്നൊരു എൻറ്റിറ്റിയെങ്കിലും ഉണ്ടായിരുന്നു. മറ്റ് സ്റ്റാലിനൊക്കെ യുക്രൈനെ പട്ടിണിക്കിട്ട് കൊല്ലിയായിരുന്നു. യുക്രൈൻ്റെ നിരവധി വീഡിയോകളിൽ കിട്ടാറുണ്ട്. സ്റ്റാലിൻ അക്കാലത്തും ഉക്രൈനോടൊക്കെ ചിറ്റമ്മ നയാണ് അനുവർത്തിച്ചിരുന്നത്. സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുന്ന സമയത്തും റഷ്യ മാത്രമാണ് വികസിച്ചിരുന്നത്. മറ്റ് രാജ്യങ്ങളോടൊക്കെ ചിറ്റമ്മ നയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവ
മാറിപ്പോകാനുള്ള കാരണം. പിന്നെ മറ്റൊന്ന്, ഈ സോവിയറ്റ് യൂണിയൻ്റെ പ്രധാന തകരാറ് മതങ്ങളോടൊക്കെയുള്ള സമീപനം. അവരൊക്കെ ഇങ്ങോട്ട് അടിച്ചമർത്തുന്നുള്ള സാധനം വരികയാണ് ചെയ്യുക. നമ്മൾ പറയുന്നതാണ് ശാസ്ത്രീയമായ ചിന്തയും യുക്തിചിന്തയും വളർത്തിക്കൊണ്ടുവരാനല്ലാതെ നിരോധിച്ചുകൊണ്ടോ അടിച്ചമർത്തിക്കൊണ്ടോ ഒന്നും ഒരു രക്ഷയില്ല. ഇപ്പോൾ ചൈന കണ്ടില്ലേ, ഉയ്ഗൂർ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന പാവങ്ങളെ തടങ്കൽ പാളയത്തിലിട്ടാണ് പീഡിപ്പിക്കുന്നത്. നിസ്കരിക്കാൻ പറ്റൂല, അവർക്ക് ജോലി ചെയ്യുന്നിടത്തൊക്കെ സർക്കാരിൻ്റെ ഏജൻറ്റുമാരെത്തും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ USSR പോലെ ഇന്ത്യ പിരിയാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. USSR കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി കൊണ്ട് കേന്ദ്രീകൃതമായി പിടിച്ചു വെച്ചിരിക്കുകയാണ്. നാച്ചുറലായുള്ള ഗുരുത്വാകർഷണം ആയിരുന്നില്ല. ആ പിടിച്ചു വെച്ച സാധനം അങ്ങോട്ട് പോയിന്നേ ഉള്ളൂ. ഇന്ത്യ അങ്ങനെ പിടിച്ചു വെച്ചതായി തോന്നുന്നില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റ് അസംതൃപ്തരായി നമുക്ക് തോന്നുന്നില്ല. കഴിഞ്ഞില്ലേ? താങ്ക് യു.